കാണാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ് അല്ലേ? ഇനി ഇന്ന് 7ാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ 5ഉം 6ഉം നമ്മൾ കഴിഞ്ഞു. 9ാം ക്ലാസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഏകദേശം കുറച്ചൊക്കെ കാര്യങ്ങൾ തീർത്തിട്ടുണ്ടായിരുന്നു. 8ാം ക്ലാസ് ഒരു 5 എണ്ണമൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 10ാം ക്ലാസ് ജോഗ്രഫി കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏകദേശം സ്കൂൾ ടെക്സ്റ്റ് ഒക്കെ എന്ത് ചെയ്തു? ഇതിൽ അങ്ങോട്ട് തീരും കേട്ടോ. ഇനി 7ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ 8ൽ ബാക്കിയുള്ളതും 9ൽ ജോഗ്രഫി കുറച്ച് ബാക്കിയുള്ളതൊക്കെ എടുക്കാനുള്ളൂ. പക്ഷെ ഇവിടെ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും നിങ്ങളൊക്കെ 10ാം ക്ലാസ്സിലായിരിക്കും നവോത്ഥാന കാലഘട്ടം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ടാവുക, പഠിച്ചിട്ടുണ്ടാവുക അല്ലെ? നിങ്ങള് മിക്കവാറും 10ാം ക്ലാസ്സിലായിരിക്കും എന്ത് പഠിച്ചിട്ടുണ്ടാവുക? നവോത്ഥാന കാലഘട്ടം എന്ന് പറയുന്ന ഒന്ന് പഠിച്ചിട്ടുണ്ടാവുക. എന്നാൽ അതിവിടെ ഇപ്പൊ കുട്ടികൾ പഠിക്കുന്ന ഏത് ക്ലാസ്സിലാ? 7ാം ക്ലാസ്സിലാണ്. നവോത്ഥാന കാലഘട്ടം, ഇറ്റലി, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് ഇപ്പൊ എവിടെയാണ്? അപ്പോ നമുക്ക് ജസ്റ്റ് അവിടെ കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കാനുള്ളത്, ഒന്ന് 7ാം ക്ലാസ്സിലെ ആ ഒരു പാഠഭാഗത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് മുമ്പ് 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ടായിരുന്നു. 7th തന്നെ ഇതിൽ തന്നെ മാക്സിമം കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, വരാനുണ്ട്. ഇനി അവിടെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് അതിൻ്റെ ഈ നവോത്ഥാനം എന്ന് പറയുന്നത് എന്താണെന്ന് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് വിചാരിക്കും നമ്മുടെ കേരള നവോത്ഥാനം എന്ന പോലെയൊക്കെ ആയിരിക്കും എന്നുള്ള ആ ഒരു ലെവലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോ ചാപ്റ്റർ തുടങ്ങുന്നത് എങ്ങനെയാ? ആ ചാപ്റ്റർ തുടങ്ങുന്നത് ഹാഗിയ സോഫിയ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ സാധ്യത കുറവാണ്, കാരണം നമ്മൾ എവിടെയും കേൾക്കാത്തൊരു സാധനമാണ് ഇത്, ഹാഗിയ സോഫിയ എന്ന് പറയുന്നത്. ഹാഗിയ സോഫിയ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഒന്നിലും ഒരിടത്തും ആവശ്യം വരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹാഗിയ സോഫിയ എന്ന് പറയുന്ന ഒരു പേരെ നമുക്ക് കേൾക്കേണ്ട ഒരു ആവശ്യം എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല എന്നുള്ള. അതുകൊണ്ട് നമ്മൾ ഹാഗിയ സോഫിയ എന്ത് ചെയ്തിട്ടുണ്ടാവണമെന്നില്ല, ഒരിക്കലും കേട്ടിട്ടുണ്ടാവില്ല. അതായത് ഇന്നത്തെ ഇസ്താംബുൾ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മുമ്പ് കോൺസ്റ്റാന്റിനോപ്പിൾ കേട്ടിട്ടുണ്ടോ? കോൺസ്റ്റാന്റിനോപ്പിൾ അല്ലെങ്കിൽ ഇസ്താംബുൾ എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, കേട്ടിട്ടുണ്ടാവണം. അതില് ഈ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഒരു പ്രാധാന്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെയുള്ള ഒരു നിർമ്മാണം ആണ് ഇത്, ഈ കോൺസ്റ്റാന്റിനോപ്പിളിലെ ഹാഗിയ സോഫിയ എന്നുള്ളത് അറിയപ്പെടുന്നത്. ഹാഗിയ സോഫിയ എന്നുള്ളത് അറിയപ്പെടുന്നത് എവിടെയാണ്? കോൺസ്റ്റാന്റിനോപ്പിളിലായിരുന്നു. ഇസ്താംബുൾ എന്നുള്ളത് എന്ത് ചെയ്യുക, പ്രത്യേകിച്ച് അവിടെ ഓർത്തിരിക്കുക. ചാപ്റ്ററിന്റെ നെയിം വേണോ? ചാപ്റ്ററിന്റെ നെയിം എന്ന് പറയുന്നത് യൂറോപ്പ് പരിവർത്തന പാതയിൽ, 1ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. യൂറോപ്പ് പരിവർത്തന പാതയിൽ. അപ്പൊ ഇതാണ്, ഈ ബിൽഡിംഗ് ആണ് ഇത്, ഏകദേശം 6ാം നൂറ്റാണ്ടിലൊക്കെ നിർമ്മിച്ചിട്ടുള്ള ഒരു നിർമ്മിതിയാണ് ഇത്, ഹാഗിയ സോഫിയ എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് ഇപ്പോ? ഇസ്താംബുളിലാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഇസ്താംബുളിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഒരു ഇമേജും കൂടെ ഞാൻ കാണിച്ചു തരാം, നോക്കട്ടെ അത് ഇവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. എനിക്ക് ആ ഒരു മാപ്പും കൂടെ കണ്ടാലേ എന്ത് ചെയ്യുള്ളൂ, അവിടെ കറക്റ്റ് ആവും. ഹംഗറിയ സോഫിയ അല്ല കേട്ടോ, ഹാഗിയ സോഫിയാണ്. ഇതിന്റെ അല്ല, ഹാഗിയ സോഫിയ എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്, ഞാനൊരു മാപ്പും കൂടെ എടുത്തോട്ടെ. നിങ്ങൾക്ക് ആ ഒരു മാപ്പ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, ജസ്റ്റ് ഒരു ഐഡിയയും കൂടെ കിട്ടും. ഓക്കെ, കാണുന്നുണ്ടോ? മാപ്പ് കാണാൻ പറ്റുന്നുണ്ടോ? യെസ്. അതില് ഈ താഴെ കാണുന്ന ഈ ജലഭാഗമാണ് ഇത്, മെഡിറ്ററേനിയൻ കടൽ എന്ന് പറയുന്നത്. നമ്മുടെ മധ്യധരണ്യാഴി എന്ന് പറയുന്ന കടൽ ഭാഗമാണ് ഈ താഴെ കാണുന്ന ഈ നീലഭാഗം. അതിലേക്ക് തള്ളി നിൽക്കുന്ന ഈ രാജ്യമാണ് ഇത്, ഈ റോസ് കളറിൽ കാണുന്ന
ഈ ഭാഗമാണ് ഇത് ഇറ്റലി എന്ന് പറയുന്നത്. ഇപ്പുറത്ത് നീല ഭാഗമായിട്ട് കാണുന്ന ഇത്രയും ഭാഗമാണ് എന്ത് കരിങ്കടൽ, ബ്ലാക്ക് സീ എന്നറിയപ്പെടുന്നത്. അപ്പൊ സ്ഥിരമായിട്ട് PSC ക്കുള്ള ഒരു ചോദ്യമാണ് ഇത്. കരിങ്കടലിനെയും മെഡിറ്ററേനിയൻ കടലിനെയും ബന്ധിപ്പിക്കുന്ന കടലിടുക്ക് എന്നൊരു ചോദ്യം എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അതാണ് ഇത് ബോസ്ഫറസ് കടലിടുക്ക് കേട്ടോ. ബോസ്ഫറസ് കടലിടുക്ക് എത്രയോ പരീക്ഷകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കരിങ്കടലിനെയും മധ്യധരണ്യാഴിയെയും അല്ലെങ്കിൽ കരിങ്കടലിനെയും മെഡിറ്ററേനിയനെയും ബന്ധിപ്പിക്കുന്നതാണ് ഇത് ബോസ്ഫറസ് കടലിടുക്ക് എന്നുള്ളത് ഓർത്തിരിക്കുക. ആ ബോസ്ഫറസ് കടലിടുക്ക് എന്ന് പറയുന്നത് ഇത്രയും ഭാഗമാണല്ലോ, ഈ ചെറിയൊരു ഗ്യാപ്പ് ആണല്ലോ. ആ ഗ്യാപ്പിനടുത്ത് ഒരു ഡോട്ട് കണ്ടോ, ഒരു ബ്ലാക്ക് ഡോട്ട് കണ്ടോ? ആ ഡോട്ടാണ് ഇത് നമ്മുടെ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന നഗരം. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന നഗരം, അതായത് ഇന്നത്തെ തുർക്കിയുടെ തലസ്ഥാനമായിട്ടുള്ള ഇസ്താംബുൾ എന്ന് പറയുന്ന നഗരം കേട്ടോ. അപ്പൊ ആ ഇസ്താംബുളിലാണ് നമ്മുടെ ഏത് സ്ഥിതി ചെയ്യുന്നത്, നമ്മുടെ ഹാഗിയ സോഫിയ എന്ന് പറയുന്ന ആ ഒരു നിർമ്മിതി സ്ഥിതി ചെയ്യുന്നത്. അതായത് ഹാഗിയ സോഫിയ എന്ന് പറയുന്ന ചരിത്ര സ്മാരകങ്ങളിലൊന്നാണ്. 6-ാം നൂറ്റാണ്ടിലൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പ്രാധാന്യം എന്തായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവിടെ അത് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ആ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പൊസിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടെ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇപ്പൊ ജസ്റ്റ് ഒന്നുകൂടെ വലുതായിട്ടുണ്ടാവും അല്ലെ. ഇവിടെ എന്താണ് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് നേരത്തെ കിഴക്കൻ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലെ, കിഴക്കൻ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ഏത്, കോൺസ്റ്റാന്റിനോപ്പിൾ, ബൈസന്റൈൻ സാമ്രാജ്യം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ വേറെ കുറെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചൈനയിൽ നിന്ന് ആരംഭിക്കുന്ന, ഇപ്പൊ ഈ ഭാഗത്ത് വരികയാണെങ്കിൽ ചൈനയിൽ നിന്ന് ആരംഭിക്കുന്ന നമ്മളെ പട്ട് തുണിപ്പാത അല്ലെ, സിൽക്ക് റൂട്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ സിൽക്ക് റൂട്ട് ഇങ്ങനെ വന്ന് കേറി ഇതിലൂടെ വന്ന് എവിടെ അവസാനിക്കുന്നു, ഏകദേശം അതിന്റെ മെയിൻ റൂട്ട് എവിടെ അവസാനിക്കുന്നു, കോൺസ്റ്റാന്റിനോപ്പിളിൽ അവസാനിക്കുന്നു. മെഡിറ്ററേനിയൻ കടലിലും ഇവിടെ യൂറോപ്പാണല്ലോ, യൂറോപ്പിന്റെ ഇടയിൽ ഒരു മെയിൻ കേന്ദ്രമായിട്ട് കരിങ്കടലിന്റെ ഇടയിൽ ആരെ നിൽക്കുന്നു, കോൺസ്റ്റാന്റിനോപ്പിൾ നല്ലൊരു സിറ്റി ആയിട്ട് നിൽക്കുന്നു. അപ്പൊ സമുദ്ര വാണിജ്യത്തിനും കരവാണിജ്യത്തിനും തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. സംഭവം മനസ്സിലായോ നിങ്ങൾക്ക്? എന്തുകൊണ്ടാണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ കരവാണിജ്യം അവസാനിക്കുന്നതും കോൺസ്റ്റാന്റിനോപ്പിളിലാണ്. താഴെ മെഡിറ്ററേനിയൻ കടൽ, മുകളിൽ കരിങ്കടൽ, ഇതൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിലുള്ള സമുദ്ര വാണിജ്യമാണെങ്കിൽ പോലും നടക്കുന്നത് ആരെ ടച്ച് ചെയ്തിട്ടാണ്, ഈ കോൺസ്റ്റാന്റിനോപ്പിളിനെ ടച്ച് ചെയ്തിട്ടാണ്. അത് ഇന്ന് അറിയപ്പെടുന്ന പേരാണെന്ത്, ഇസ്താംബുൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇനി നമുക്ക് അവിടെ ഇനി ആ ചാപ്റ്ററിലേക്ക് കിടക്കാം. എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ. അപ്പൊ ഭൂപടത്തിൽ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ സ്ഥാനവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. കിഴക്കൻ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ഇത് കോൺസ്റ്റാന്റിനോപ്പിൾ. പിന്നെയോ ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമായിരുന്നു, വിജ്ഞാനത്തിന്റെ ഒരുപാട് കേന്ദ്രം ആയിരുന്നു. പിന്നെയോ ഇഷ്ടം പോലെ പണ്ഡിതന്മാരുണ്ടായിരുന്നു. ഇനി നമുക്ക് അവിടെ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത് 1453 തുർക്കികൾ ഏത് കീഴടക്കിയത്, ഈ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത്. കിഴക്കൻ റോമാ സാമ്രാജ്യം തകർന്നു എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, അതിന് മെയിൻ ആയിട്ട് 1453 എന്നുള്ള വർഷം എന്തായാലും ഓർത്തിരിക്കണം കേട്ടോ. എന്തിന്റെ തുടക്കം, എന്തിന്റെ തുടക്കാണ്, എന്തിന്റെ തുടക്കമാണ്. ഇന്നലെ നമ്മൾ ഒരു ചാപ്റ്റർ പറഞ്ഞല്ലോ, ആ ചാപ്റ്ററിൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്, എന്തിന്റെ തുടക്കമാണ്, രണ്ടാം ലോക മഹായുദ്ധം, കുരിശ് യുദ്ധം. ദൈവമേ, എന്തൊക്കെ തുടക്കങ്ങളാണ് ഞാൻ കാണുന്നത്. പോട്ടെ, എല്ലാം വായിച്ചു കളഞ്ഞു. 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയാണ് ലോക ചരിത്രത്തിൽ മധ്യകാലഘട്ടം എന്ന് പറഞ്ഞത് ഓർക്കുണ്ടോ? 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയാണ് ലോകത്തിൽ മധ്യ കാലഘട്ടം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ മധ്യകാലഘട്ടം അവസാനിക്കുകയാണ് ഏതോടുകൂടെ, കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കി പിടിച്ചടക്കിയതോടുകൂടെ എന്ത് ചെയ്യുന്നു, മധ്യകാലഘട്ടം
അവസാനിക്കുന്നു. അപ്പൊ പിന്നെ ഏതിന്റെ തുടക്കം ഇനി? ഇനി ഏതിന്റെ തുടക്കം? മധ്യകാലം അവസാനിച്ചാൽ പിന്നെ ഇനി ഏതിന്റെ തുടക്കം? ആധുനിക കാലത്തിന്റെ, മോഡേൺ പീരീഡിന്റെ തുടക്കമാണ് ഇത് ഈ 1453 എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ മോഡേൺ പീരീഡ് എന്ത് ചെയ്യാണ്? സ്റ്റാർട്ട് ചെയ്യണം, ആധുനിക കാലം. അപ്പൊ ഇന്നലെ നമ്മൾ വെറുതെ പറഞ്ഞേ ഉള്ളൂ, 5 മുതൽ 15-ാം നൂറ്റാണ്ട് വരെ നമുക്ക് വെറുതെ പറഞ്ഞങ്ങ് പോയതാണ് അല്ലെ. ഇന്ന് ഈ സമയപ്പത്തേക്ക് അത് പോയിട്ട് ഇന്നലെ എന്തായിരുന്നു പറഞ്ഞേന്ന് തന്നെ ഓരോ ഓർമ്മയും ഇല്ല. അപ്പോ കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചടക്കിയതാണ് ഇത്. അങ്ങനെ ഒരു ചോദ്യം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാൽ പോലും നിങ്ങൾക്ക് ആധുനിക യുഗത്തിന്റെ തുടക്കമായിട്ട് കണക്കാക്കുന്നത് ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ആധുനിക യുഗത്തിന്റെ തുടക്കമായിട്ട് കണക്കാക്കുന്നത് ഏതാണ്? കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചടക്കിയതാണ്. വർഷം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വർഷം ചോദിച്ചിട്ടുണ്ട്, 1453 എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി, മധ്യകാലം അവസാനിച്ചു, ആധുനിക കാലം തുടങ്ങി. ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, അവിടെ ജസ്റ്റ് നമ്മൾ ഓർമ്മയിലൊന്ന് വെക്കുക. കാരണം നമുക്കത് ആവശ്യമുണ്ട് കേട്ടോ. 1453. ഇനിയോ? അപ്പൊ ഇനി നമുക്ക് ഹാഗിയ സോഫിയ നമ്മൾ പറഞ്ഞു, ഇസ്താംബുളിലാണ്, കോൺസ്റ്റാന്റിനോപ്പിളിലാണ്. കിഴക്കൻ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിൾ. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി. അപ്പൊ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി എന്നുള്ളത് നമ്മൾ അവിടെ പറഞ്ഞു നിർത്തി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ 1453 തുർക്കികൾ പിടിച്ചടക്കിയതോടുകൂടെ അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരും അവിടെ ഉണ്ടായിരുന്ന കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ എന്ത് ചെയ്തു? തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് എന്ത് ചെയ്തു? പലായനം ചെയ്തു. അപ്പൊ അതില് അവർക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ പലായനം ചെയ്തൊരു ഭാഗമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഇത്. ഇപ്പൊ ഇവിടുന്നാണല്ലോ, ഇവിടുന്ന് നേരെ ഇങ്ങോട്ടേക്കാണ് അവർക്ക് ഒഴിഞ്ഞു പോരാൻ പറ്റിയത്. ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ഇറ്റലി, പഴയ ഗ്രീക്ക് റോമ സംസ്കാരം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് റോമ സാമ്രാജ്യത്തിന്റെ അധിപന്മാരായിട്ട് കിടന്നിരുന്നാണ് ഇത്. ഇറ്റലി എന്ന് പറയുന്നത് പ്രതാപമൊക്കെ നഷ്ടപ്പെട്ട് റോമ സാമ്രാജ്യമൊക്കെ തകർന്ന് നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പൊ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ അങ്ങോട്ട് പിടിച്ചടക്കിയതോടുകൂടെ പിന്നെ ഒഴിഞ്ഞു കിടക്കുന്ന ആ സ്ഥലത്തേക്കാണ് കൂടുതൽ ആളുകളും എന്ത് ചെയ്തത്? കുടിയേറി പാർത്തത്, പലായനം ചെയ്തത് ഇറ്റലിയിലേക്കായിരുന്നു. അങ്ങനെ ഇറ്റലിയിലേക്ക് പലായനം ചെയ്തതോടുകൂടെ ഇറ്റലി എന്ന് പറയുന്ന ആ രാജ്യത്തിൽ എന്ത് ചെയ്തു? ആൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറ്റലിയുടെ ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് കൈമാറ്റത്തിന് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ, അതായത് നേരത്തെ ആണെങ്കിൽ നമുക്ക് ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ പൈതൃകമായിരുന്നു. പിന്നെയോ അവിടെ മെയിൻ ആയിട്ട് കച്ചവട സംഘങ്ങൾ ഉയർന്നു വന്നിരുന്നു. മധ്യകാലഘട്ടത്തിൽ നഗരങ്ങൾ ഉയർന്നു വന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? മെഡിറ്ററേനിയൻ കടലിൽ ബ്രോക്കർ പണി എടുക്കുകയായിരുന്നു ആര്? ഇന്നലെ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? മെഡിറ്ററേനിയൻ കടലിലെ ബ്രോക്കർ പണി, അതായത് താഴെ ആഫ്രിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് സാധനങ്ങൾ കൈമാറുന്നു, ഏഷ്യയിൽ നിന്ന് അറബികളിൽ നിന്ന് ഇറ്റലി വാങ്ങിയിട്ട് യൂറോപ്പിലേക്ക് കൈമാറുന്നു. ഇങ്ങനെയുള്ള ആ ഇടയിലുള്ള മീഡിയേറ്റർ ആയിട്ടാണ് ആര് നിൽക്കുന്നത്? ഇറ്റലി നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ ഇഷ്ടം പോലെ എന്തുണ്ട്? നഗരങ്ങളുണ്ട്. ആ നഗരങ്ങളിലേക്കാണ് ആര് കുടിയേറി പാർത്തത്? കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്നുള്ള ആളുകൾ കുടിയേറി പാർത്തത്. ഇങ്ങനെ ഇഷ്ടം പോലെ ആളുകൾ, അതായത് കുറെ പണ്ഡിതന്മാർ വന്നു, സാഹിത്യകാരന്മാർ വന്നു, കലയിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ആളുകൾ വന്നു, ചിത്രകലയിൽ പ്രാവീണ്യം തെളിയിച്ച ആളുകൾ വന്നു, ശില്പവിദ്യയിലുള്ള ആളുകൾ വന്നു. ഇങ്ങനെ പലതരത്തിലുള്ള ആളുകൾ വന്നപ്പോ സ്വാഭാവികമായിട്ടും ഇറ്റലിയിൽ എന്ത് ചെയ്തു? അവിടെ വലിയൊരു മാറ്റം തന്നെ, അതായത് അറിവിന്റെ ഒരു സ്ഫോടനം തന്നെ ഉണ്ടായി എന്ന് പറയാം. പറഞ്ഞൂടെ? കാരണം എന്താ? ഈ നഗരങ്ങളിലേക്ക് ഫ്ലോറൻസ്, വെനീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നഗരങ്ങളുണ്ടല്ലോ. ആ നഗരങ്ങളിലേക്കൊക്കെ കച്ചവടക്കാർ വലിയ വലിയ വീടുകളൊക്കെ പണിയാൻ തുടങ്ങിയപ്പോ ശില്പികൾ പുറത്തുനിന്ന് ഇഷ്ടം പോലെ വരാൻ തുടങ്ങി. അതേപോലെ തന്നെ പെയിന്റിങ് എല്ലാറ്റിലും എന്തുണ്ടായി? ഇഷ്ടംപോലെ അറിവുള്ള ആളുകൾ വരാൻ തുടങ്ങി. അപ്പൊ അറിവുള്ള ആളുകളെല്ലാം കൂടെ ഒരിടത്ത് വരുമ്പോ ആർക്കാണെങ്കിലും, ഇപ്പൊ നമുക്കാണെങ്കിൽ നിങ്ങൾ തന്നെ ചെറുപ്പത്തിൽ ആലോചിച്ചാൽ മതി, നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ആശാരിയൊക്കെ വരുന്ന സമയത്ത് ഈ ആശാരിയുടെ പണി നോക്കിയിട്ട് നമ്മൾ കുറച്ച് പഠിക്കും അല്ലെ? ഈ ആശാരി എങ്ങനെയൊക്കെയാ പണിയുന്നേ നോക്കിയിട്ട്, അയാൾ എവിടേക്കാണ് വരയ്ക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ചെത്തുന്നതെന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളും കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യും? അയാളിൽ നിന്ന് പഠിക്കും. എന്ന പോലെ പല മേഖലയിലുള്ള ആളുകൾ വന്നപ്പോ ഇറ്റലിയിൽ എന്ത് ചെയ്തു? പല വിഷയങ്ങളിൽ പ്രാവീണ്യം തെളിയിച്ച ആളുകൾ വന്നു. ഇങ്ങനെ മധ്യകാല യൂറോപ്പിലും ആദ്യം എവിടെ വരുന്നത്? ആദ്യം ഇറ്റലിയിലാണ്. പിന്നീട് ഇതര യൂറോപ്യൻ രാജ്യങ്ങളിലും കലാവൈജ്ഞാനിക രംഗത്തുണ്ടായ ഈ മാറ്റമാണ് എന്തറിയപ്പെടുന്നത്? നവോത്ഥാനം, റിനൈസൻസ് എന്ന് അറിയപ്പെടുന്നത്. സംഭവം മനസ്സിലായോ? എല്ലാം കൂടെ അവിടെ വന്നപ്പോ എന്ത് ചെയ്തു? അവിടെ ഒരു പുതിയൊരു മാറ്റം ഉണ്ടായി, അത്രേ ഉള്ളൂ.
അപ്പോ 15ഉം 16ഉം നൂറ്റാണ്ടുകളിൽ ഇറ്റലിയിലും ഇതര യൂറോപ്യൻ രാജ്യങ്ങളിലും കലാവൈജ്ഞാനിക രംഗത്തുണ്ടായ മാറ്റമാണ് ഏത്? നവോത്ഥാനം. അത് ചോദിച്ച ചോദ്യമാണ്, കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യമാണ്. നവോത്ഥാനം എന്ന വാക്കിന്റെ അർത്ഥം, നവോത്ഥാനം എന്ന വാക്കിന്റെ അർത്ഥമാണ് ഇത് പുനർജന്മം അല്ലെങ്കിൽ പുത്തൻ ഉണർവ്. കേട്ടോ, ലാസ്റ്റ് കൊടുത്തത് ഏതാണ്? പുനർജന്മം. ലാസ്റ്റ് കൊടുത്തത് പുനർജന്മം എന്നുള്ളതാണ് കേട്ടോ. പുനർജന്മം അല്ലെങ്കിൽ പുത്തൻ ഉണർവ്. അതിൽ ലാസ്റ്റ് കൊടുത്തത് റീബർത്ത് ആണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിലായിരുന്നു തോന്നുന്നു, ഇംഗ്ലീഷിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. റീബർത്ത് കേട്ടോ, റിനൈസൻസ്, റീബർത്ത് എന്നുള്ള അർത്ഥമാണ് ലാസ്റ്റ് എന്ത് ചെയ്തത്? കൊടുത്തത്. ഓക്കെ, അപ്പൊ നവോത്ഥാനം എന്ന വാക്കിന്റെ അർത്ഥം റീബർത്ത് എന്നുള്ളത് ഓർത്തിരിക്കുക. മറ്റൊന്ന് നവോത്ഥാനത്തിന്റെ കളിത്തൊട്ടിൽ. നവോത്ഥാനം എവിടെ ഉണ്ടായത്? നവോത്ഥാനം എവിടെ ഉണ്ടായത്? ഇറ്റലിയിലാണ് ഉണ്ടായത്. നവോത്ഥാനത്തിന്റെ കളിത്തൊട്ടിൽ, നവോത്ഥാനത്തിന്റെ കളിത്തൊട്ടിൽ ഇറ്റലി എന്നുള്ളത് പ്രത്യേകിച്ച് എന്ത് ചെയ്യുക? അവിടെ ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ അവിടെ നോർമൽ ആയിട്ട് ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ് ഇത്, നവോത്ഥാനത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുമ്പോ അന്നറിയപ്പെടുന്ന രാജ്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഓപ്ഷൻ ഏതുണ്ടാവും? ഗ്രീസ് ഉണ്ടാവും. അപ്പൊ ഗ്രീസ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും നവോത്ഥാനത്തിന്റെ എന്ന് വായിക്കുമ്പോൾ നിങ്ങൾ മൈൻഡിൽ ഏത് വായിക്കും? ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നുള്ളത് വായിക്കും കേട്ടോ. അപ്പൊ അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം. നമുക്ക് ജനാധിപത്യവും നവോത്ഥാനവും നമുക്ക് ഒരേപോലെയാണ്. നമുക്ക് ജനാധിപത്യവും നവോത്ഥാനവും നമുക്ക് ഒരേപോലെയാണ്. കാരണം നമുക്ക് രണ്ടിലും പങ്കില്ല. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ആ ഒരു ലെവലിൽ തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം. നവോത്ഥാനത്തിന്റെ കളിത്തൊട്ടിൽ ഇറ്റലി, ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ ഗ്രീസ്. തമ്മിൽ എന്ത് ചെയ്യരുത്? മാറിപ്പോകരുത് കേട്ടോ. നമുക്ക് അങ്ങനെയൊക്കെ തോന്നും. നമുക്ക് ജനാധിപത്യം എന്ന് കേട്ട് കഴിഞ്ഞാലും നവോത്ഥാനം എന്ന് കേട്ട് കഴിഞ്ഞാലും നമ്മുടെ ഭാവത്തിൽ യാതൊരു മാറ്റവും ഇല്ല. രണ്ടും ഏതോ വേർഡ്, നമ്മളുമായി യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത്. ഓപ്ഷനിൽ രണ്ടും വരാറുണ്ട് കേട്ടോ, ഓപ്ഷനിൽ രണ്ടും വരാറുണ്ട്. അത്രയും നല്ലതല്ലേ ഇത്? അപ്പോ അതിൽ നമുക്ക് മാറാനൊന്നുമില്ല. ശരിക്കും കാര്യം അറിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. കാരണം നമുക്ക് ജനാധിപത്യം, ഡെമോക്രസി എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഏതൻസ് ഒക്കെയാണ് ആദ്യത്തെ ജനാധിപത്യ ആ ഒരു രാഷ്ട്രം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ, അതായത് നഗര രാഷ്ട്രങ്ങൾ എന്നുള്ള കൺസെപ്റ്റിൽ നമുക്ക് ഏതൻസ് അതൊക്കെ എത്രയോ മുമ്പാണ്. ഇത് എവിടേക്ക് എത്തി? 1453 എത്തി കേട്ടോ. അപ്പൊ നവോത്ഥാനം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം തന്നെ എന്താണ്? പുത്തൻ ഉണർവ് എന്നൊക്കെയാണ്. നമുക്ക് ഉണർന്ന ഉടനെ രാവിലെ കിട്ടുന്ന ഒരു സാധനമാണ് ഇഡ്ഡലി, അല്ലെ? അപ്പൊ ആ ലെവലിലൊക്കെ നമുക്ക് ഏത് ഓർത്തിരിക്കാം? നവോത്ഥാനത്തിന്റെ കളിത്തൊട്ടിൽ എന്നുള്ള അർത്ഥത്തിലൊക്കെ നമുക്ക് ഏത് ഓർത്തിരിക്കാൻ പറ്റും? ഇറ്റലി എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും? ആ ലെവലിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും. അപ്പൊ പുത്തൻ ഉണർവ്, റീബർത്ത്. നമ്മളെന്നും രാവിലെ റീബർത്ത് ആണല്ലോ. നമ്മളെന്നും രാവിലെ എന്ത് ചെയ്യാണ്? പുനർജന്മമാണ് ഓരോ ദിവസം. അപ്പോ ആ ലെവലിൽ തന്നെ നമുക്ക് ഓർത്തിരുന്നാൽ മതി. ഇഡ്ഡലി എന്ന് ഓർത്താൽ തന്നെ നിങ്ങൾക്ക് ഏത് കിട്ടും? ആ ഇറ്റലി എന്നുള്ളത് കിട്ടും കേട്ടോ. അപ്പൊ നവോത്ഥാനത്തിന്റെ കളിത്തൊട്ടിൽ ഇറ്റലി എന്നുള്ളത് എന്ത് ചെയ്യുക? അവിടെ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. എത്രയോ തവണ ആര് ചോദിച്ചതാണ്? PSC ചോദിച്ചതാണ്. അപ്പൊ അവിടെ മെയിൻ ആയിട്ടുള്ള, അതായത് പണ്ഡിത ഭാഷകളായിട്ട് കണക്കാക്കപ്പെട്ടിരുന്ന രണ്ട് ഭാഷകളാണ് ഇത്, ലാറ്റിനും ഗ്രീക്കും. യൂറോപ്പിൽ പണ്ഡിത ഭാഷകളായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത് ഏതാണ്? ലാറ്റിനും ഗ്രീക്കും മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ പുസ്തകങ്ങളും ഏതിലായിരുന്നു? ഈ പറയുന്ന ലാറ്റിൻ ഗ്രീക്ക് ഭാഷകളിലായിരുന്നു ആകെ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ പുതിയ കലാവൈജ്ഞാനിക രംഗത്ത് മാറ്റം ഉണ്ടായതോടുകൂടെ അവിടെ ഡച്ച്, ഫ്രഞ്ച്, സ്പാനിഷ് ഇങ്ങനെയുള്ള ഭാഷകളിലേക്ക് എല്ലാ കൃതികളും എന്ത് ചെയ്യാൻ തുടങ്ങി? ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാൻ തുടങ്ങി. അതോടുകൂടെ ഏത് വളർന്നു? പ്രാദേശിക ഭാഷ വളർന്നു. അതോടുകൂടെ പ്രാദേശിക ഭാഷകൾ എന്ത് ചെയ്തു? വളരാൻ തുടങ്ങി. ബാക്കിയുള്ള എല്ലാ തൊട്ടടുത്തുള്ള ഫ്രഞ്ച് ആണെങ്കിലും ഡാനിഷ് ആണെങ്കിലും പോർച്ചുഗീസ് ആണെങ്കിലും സ്പാനിഷും എല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി? ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രാദേശിക ഭാഷകൾ പതുക്കെ 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 എന്ത് ചെയ്യാൻ തുടങ്ങി? വളരാൻ തുടങ്ങി. ഇംഗ്ലീഷ് ഭാഷ ഇതൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ പതുക്കെ ഏതിന്റെ പ്രാധാന്യം കുറഞ്ഞു? ഗ്രീക്കിന്റെയും ലാറ്റിന്റെയും പ്രാധാന്യം എന്ത് ചെയ്യാൻ തുടങ്ങി? കുറഞ്ഞു. പിന്നെ അവിടെ ഉണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത്, നേരത്തെ ആണെങ്കിൽ കഥകൾ എഴുതുമ്പോഴും അതേപോലെ തന്നെ കവിതകൾ എഴുതുമ്പോഴും ഒക്കെ കഥാപാത്രങ്ങൾ ദേവന്മാരും മാലാഖമാരും ഒക്കെ ആയിരുന്നു കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നത്. ഇപ്പൊ ആരെ വെച്ചിട്ട് കഥ എഴുതാൻ തുടങ്ങി?
മനുഷ്യനെ വെച്ചിട്ട് കഥ എഴുതാൻ തുടങ്ങി. അതായത് എല്ലാറ്റിന്റെയും അടിസ്ഥാനം ആരായിട്ട് മാറി? മനുഷ്യൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് എന്ത് ചെയ്യാം മാറി. അപ്പോ ആ ഒരു മനുഷ്യൻ എന്നുള്ള കൺസെപ്റ്റ് ആണ് ഏത് വരുന്നത്? മാനവികത എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് വരുന്നത്. അപ്പൊ മാനവികതയുടെ പിതാവായിട്ടും നവോത്ഥാനത്തിന്റെ പിതാവായിട്ടും കണക്കാക്കുന്നത് ആരെയാണ്? പെട്രാർക്ക്. പെട്രാർക്കിനെയാണ് നവോത്ഥാനത്തിന്റെ പിതാവും മാനവികതയുടെ പിതാവുമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങിയത്? കണക്കാക്കാൻ തുടങ്ങി. കേട്ടോ, രണ്ട് ചോദ്യമാണ്. നവോത്ഥാനത്തിന്റെ പിതാവ് പെട്രാർക്ക്, പിന്നെയോ മാനവികതയുടെ പിതാവ് പെട്രാർക്ക്. ഈ രണ്ട് കാര്യങ്ങളുടെയും പിതാവായിട്ട് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ പിന്നീട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ നോവലുകളിലെയും അതുപോലെ തന്നെ നാടകങ്ങളിലെയും എല്ലാറ്റിലെയും കഥാപാത്രങ്ങൾ ആരായിട്ട് മാറി? ആ മനുഷ്യനായിട്ട് മാറി. ഇങ്ങനെ നവോത്ഥാനം പതുക്കെ പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? ആ ഒരു മാറ്റം ഏതിൽ കാണാൻ തുടങ്ങി? ചിത്രകലയിൽ കാണാൻ തുടങ്ങി, ശില്പവിദ്യയിൽ കാണാൻ തുടങ്ങി. ഇങ്ങനെ എല്ലായിടത്തും എല്ലാ കാര്യങ്ങളിലും എല്ലാ മേഖലകളിലും എന്ത് കാണാൻ തുടങ്ങി? ആ ഒരു മാറ്റം കാണാൻ തുടങ്ങി. ഇനി ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതിലാണ്? നവോത്ഥാന കാലഘട്ടത്തിലെ സാഹിത്യത്തിൽ ഉണ്ടായിട്ടുള്ള പുരോഗതി. സാഹിത്യത്തിൽ ഉണ്ടായിട്ടുള്ള പുരോഗതി നമ്മൾ പറഞ്ഞു. മാനവികത എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൽ എന്ത് ചെയ്തു? തുടങ്ങി. അപ്പൊ ആ കൃതികളാണ് മെയിൻ ആയിട്ട് ഇനി നമുക്ക് പറയുന്നത്. പെട്രാർക്കിന്റെ മാനവികതയുടെ ഇംഗ്ലീഷ് ആണ് ഹ്യൂമനിസം കേട്ടോ. ഹ്യൂമനിസം എന്നൊക്കെ നമ്മൾ പറയൂലേ. പെട്രാർക്കിന്റെ കൃതിയാണ് ഇത് സീക്രട്ടം എന്നുള്ളത് ഓർത്തിരിക്കുക. സീക്രട്ട് എന്നുള്ളത് ഓർത്താലും മതി കേട്ടോ. സീക്രട്ടം എന്നുള്ള കൃതി ആരുടേതാണ്? പെട്രാർക്കിൻ്റെതാണ്. നമ്മൾ ജീവിതത്തിൽ എവിടെയെങ്കിലും പെട്ട കാര്യങ്ങളൊക്കെ വളരെ സീക്രട്ട് ആയിട്ടേ വെക്കാറുള്ളൂ അല്ലെ? നമ്മൾ ജീവിതത്തിൽ എവിടെയെങ്കിലും പെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെ ആക്കിയിട്ടേ വെക്കാറുള്ളൂ? സീക്രട്ട് ആയിട്ട് മാത്രമേ വെക്കാറുള്ളൂ. അപ്പൊ അതിൽ തന്നെ ഉണ്ട് പെട്രാർക്കിന്റെ കൃതിയാണ് സീക്രട്ടം എന്ന് പറയുന്ന ആ ഒരു കൃതി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഓർത്തിരിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ അത് ഓർത്തിരിക്കാലോ, അത് മറക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ പെട്രാർക്കിന്റെ കൃതിയാണ് ഇത് സീക്രട്ടം എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനിയോ നമ്മൾ എത്രയോ കേട്ടിട്ടുള്ള ഒന്നാണ് ഇത് മൊണാലിസ. മൊണാലിസ ആരുടെയാ? ലിയനാർഡോ ഡാവിഞ്ചി. ലിയനാർഡോ ഡാവിഞ്ചിയുടെ പെയിന്റിംഗ് ആണ് ഇത്. എത്രയോ കാലം ഒരുപാട് വിവാദം ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ് ഇത്. വിവാദങ്ങൾ ഒരുപാട് ചർച്ചകൾക്കൊക്കെ തിരികൊളുത്തിയിട്ടുള്ളതാണ് ഇത് മൊണാലിസ. ഒരുപാട് കാലം ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു മൊണാലിസ ചിരിക്കുകയാണോ എന്നുള്ളത്. അപ്പൊ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ മൊണാലിസ ചിരിക്കുകയാണെന്ന് തോന്നും, എന്നാൽ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ മൊണാലിസ കരയാണ് തോന്നും. അങ്ങനെ ലാസ്റ്റ് എന്ത് ചെയ്തിട്ടില്ല? മൊണാലിസ പകുതി ചിരിക്കുകയാണ് പകുതി കരയാണ് എന്നുള്ള ആ ഒരു ലെവലിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് കാലം ചർച്ച ചെയ്തിട്ട് നടന്നതാണ് കേട്ടോ. അപ്പോ മൊണാലിസ, അവസാനത്തെ അത്താഴം, അവസാനത്തെ അത്താഴം, കന്യാമറിയം, ഇത് മൂന്നും ആരുടേതാണ്? ഇത് മൂന്നും ആരുടേതാണ്? ലിയനാർഡോ ഡാവിഞ്ചിയുടേതാണ് കേട്ടോ. അപ്പോ അവസാനത്തെ അത്താഴം എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് ആണ് ഇത് ദ ലാസ്റ്റ് സപ്പർ എന്നുള്ളത് കേട്ടോ. ലാസ്റ്റ് സപ്പർ അത് നമ്മൾ ഇഷ്ടംപോലെ എന്ത് ചെയ്താണ് കേട്ടിട്ടുള്ളത്. അപ്പൊ ഈ മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൊണാലിസയും അവസാനത്തെ അത്താഴവും എന്ത് ചെയ്യാറുണ്ട്? ഇഷ്ടംപോലെ ചോദിക്കാറുണ്ട്. കന്യാമറിയൊക്കെ ഉണ്ട്. കന്യാമറിയൊക്കെ മുമ്പ് നവോത്ഥാന കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞിട്ട് ആ ടെക്സ്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അതൊക്കെ പ്രത്യേകം കൊടുത്തിട്ടുണ്ടായിരുന്നു. വിർജിൻ മേരി എന്ന് പറഞ്ഞിട്ട് കേട്ടോ. വിർജിൻ മേരി എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നതാണ് ഏത്? ഈ കന്യാമറിയം എന്ന് പറയുന്നത്. കന്യാമറിയം ടെക്സ്റ്റിൽ, പഴയ ടെക്സ്റ്റിലുണ്ട് കേട്ടോ. ഇതാണ് പഴയ ടെക്സ്റ്റ്. അതിൽ കണ്ടോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? കന്യാമറിയം, ലിയനാർഡോ ഡാവിഞ്ചി, മൊണാലിസ, അവസാനത്തെ അത്താഴം, ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പഴയ ടെക്സ്റ്റിൽ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നതാണ്? PSC ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തു എന്നേ ഉള്ളൂ, അതും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ പറയുന്നേ ഉള്ളൂ കേട്ടോ. ഇനിയാണ് ഇത്. അപ്പൊ ഇത് മൂന്ന് ഓർത്തിരിക്കുക. അവസാനത്തെ അത്താഴവും മൊണാലിസ. ഇനി ജെഫ്രി ചോസറിൻ്റെതാണ് ഇത് കാൻഡർബറി കഥ. ജെഫ്രി ചോസർ, കാൻഡർബറി കഥ ആരുടേതാണ്? ജെഫ്രി ചോസറിൻ്റെതാണ് എന്നുള്ളത് കൂടെ എന്ത് ചെയ്യാം? അവിടെ ഓർത്തിരിക്കാം കേട്ടോ. ജെഫ്രി ചോസറിൻ്റെതാണ്. ഇംഗ്ലീഷ് സാഹിത്യവുമായി ബന്ധപ്പെട്ടതാണ് ഇത് ജെഫ്രി ചോസർ.
അപ്പൊ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ മെയിൻ ആയിട്ട് വന്നതാണ് ഇത് ജെഫ്രി ചോസറുടെ കാൻഡർബറി കഥ എന്നുള്ളതും. അപ്പൊ ഇവിടെ ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. നവോത്ഥാനം പറഞ്ഞു, മാനവീയതയുടെ പിതാവ് പറഞ്ഞു, നവോത്ഥാനത്തിന്റെ പിതാവ് രണ്ടും ഏതന്നെയാണ്? പെട്രാർക്ക് തന്നെയാണ്. ഇവിടെ മെയിൻ ആയിട്ട് ഏത് ഓർത്തിരിക്കുക? മൊണാലിസയും അവസാനത്തെ അത്താഴവും ഓർത്തിരിക്കുക. കാൻഡർബറി കഥ, കാൻഡർബറി ടെയിൽസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാറുണ്ട്? ഇടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ, ജെഫ്രി ചോസർ. പിന്നെ ആ ഒരു മാച്ചിങ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ജെഫ്രി ബറി ആ ഒരു ലെവലിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റ് ഓർത്തിരിക്കാൻ പറ്റും കേട്ടോ. ഇനി ഡാന്റെയുടെ ഡിവൈൻ കോമഡി, ഡാന്റെയുടെ ഡിവൈൻ കോമഡി എന്നുള്ളത് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അതായത് ഓരോരുത്തർ വരച്ചിട്ടുള്ള ചിത്രങ്ങളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? അവിടെ ഓർത്തിരിക്കാനുണ്ട്. ഡാന്റെയുടെ ഏതാണ് ഇത്? ഡിവൈൻ കോമഡി. ബൊക്കാച്ചിയോയുടെ ഏതാണ് ഇത്? ദക്കാമറൻ കഥകൾ. കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ദക്കാമറൻ, ഓർക്കുന്നുണ്ടോ? ദക്കാമറൻ എവിടെയാ പറഞ്ഞതെന്ന് ഓർക്കുന്നുണ്ടോ? നമ്മുടെ പ്ലേഗ് പടർന്ന കഥയൊക്കെ പറഞ്ഞില്ലേ? യൂറോപ്പിൽ 1300-ൽ 73 ദശലക്ഷം ജനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ 1400-ലായപ്പോഴത്തേക്ക് അത് വെറും 45 ദശലക്ഷം ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? ആ കഥകളൊക്കെ പറയുന്നതാണ് ഏത്? ബൊക്കാച്ചിയോയുടെ ഏതാണ് ഏത്? ദക്കാമറൻ എന്നുള്ളത് അവിടെ ഓർത്തിരിക്കാം. അത് പിന്നെ ആ ഒരു ടോൺ തന്നെ കിട്ടും. ബൊക്ക ദക്ക, ആ ഒരു ടോൺ ഒരേപോലെ നമുക്ക് കിട്ടും. ബൊക്ക ദക്ക എന്നുള്ള ആ ഒരു ടോൺ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഓർത്തിരിക്കാൻ പറ്റും കേട്ടോ. മറ്റേത് പിന്നെ ഡാൻഡെ എന്ന് എഴുതുമ്പോ അല്ല, ഇവരുടെയൊക്കെ പുസ്തകങ്ങളാണ് പറയുന്നത്, സാഹിത്യത്തിലുള്ളതാണ് പറയുന്നത് കേട്ടോ. ഡാന്റെയുടെ ഡിവൈൻ കോമഡിയൊക്കെ എത്രയോ ചോദിക്കാറുണ്ട്. ഈ 4 എണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നോക്കിയാൽ മതി. ഇതെല്ലാം സാഹിത്യകാരന്മാരാണ് കേട്ടോ. ഇതെല്ലാം സാഹിത്യകാരന്മാരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പൊ ജെഫ്രി ചോസർ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ ഇതൊക്കെ പഴയ ടെക്സ്റ്റിലുണ്ട്, ഇപ്പോഴത്തെ ടെക്സ്റ്റിലുണ്ട്. ഇത് പുതിയ ടെക്സ്റ്റിലുള്ള ചിത്രങ്ങളാണ് കേട്ടോ. ഇത് പുതിയ ടെക്സ്റ്റിലെ ചിത്രങ്ങളാണ്. അപ്പൊ ഇവിടെ ഡാൻഡെ എന്ന് എഴുതുമ്പോ എന്ത് ചെയ്യുക? DA എന്ന് പറഞ്ഞിട്ടല്ലേ തുടങ്ങുന്നത് ഡാൻഡെ എന്ന് പറയുന്നത്. ഇത് പ്രയാസത്തിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇവിടെ ഡിവൈൻ കോമഡി, രണ്ടിലും ഡി കാണാൻ പറ്റും. ഡാഡി എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടിലും കൂട്ടി വായിക്കാൻ പറ്റും. ഡാൻഡെയുടെ ഡിവൈൻ കോമഡി ആ ഒരു ഒന്നിച്ച് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഓർത്തിരിക്കാൻ പറ്റും. പിന്നെയോ സെർവാന്തേന്റെ കൃതിയാണ് ഇത്, ഡോൺ കിക്സോട്ട്. ഡോൺ കിക്സോട്ട് എന്നുള്ളത് സെർവാന്തയുടെ കൃതിയാണ് എന്നുള്ളതും ഓർത്തിരിക്കുക. ഇറാസ്മസിന്റെ അത് ഇൻ പ്രൈസ് ഓഫ് ഫോളി. ഇറാസ്മസിന്റെ അതാണ് ഇത്, ഇൻ പ്രൈസ് ഓഫ് ഫോളി എന്നുള്ളതും ഓർത്തിരിക്കുക. ഈ സെർവാന്തയൊക്കെ 2019 ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 2019 എന്ത് ചെയ്തിട്ടുണ്ട്? സെർവാന്തയുടെ ഡോൺ കിക്സോട്ട് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇൻ പ്രൈസ് ഓഫ് ഫോളി ആരുടേതാണ്? ഇറാസ്മസിന്റേതാണ് എന്നുള്ളതും ഓർത്തിരിക്കുക. ഇത് പിന്നെ എങ്ങനെ കിട്ടും? നിങ്ങൾക്ക് ഇറാൻ എന്നുള്ളൊരു ഓർമ്മയുണ്ടെങ്കിൽ അവിടെ അത് കൂട്ടി വായിക്കാൻ പറ്റും. ഇവിടെ ഇറ എന്നുണ്ട്, ഇവിടെ ഇൻ എന്നുണ്ട്. ഇറാൻ എന്ന് കൂട്ടി വായിക്കാൻ പറ്റും. അപ്പൊ ഇൻ പ്രൈസ് ഓഫ് ഫോളി എന്നുള്ളത് ഇറാസ്മസ് എന്നുള്ളത് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേർത്ത് അവിടെ വായിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ആ ഇറ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ താഴെ ബാക്കിയുണ്ട് അവിടെ. ഏതൊക്കെ പറഞ്ഞു? മൊണാലിസ, അവസാനത്തെ അത്താഴം, കന്യാമറിയം, മൂന്നും ലിയനാർഡോ ഡാവിഞ്ചി. പിന്നെയോ ജെഫ്രി ചോസറിന്റെ കാൻഡർബറി കഥ, ജെഫ്രി ബറി, അത് അങ്ങനെ തന്നെ ഓർത്തിരിക്കുക. പിന്നെയോ ഡാൻഡെയുടെ ഡിവൈൻ കോമഡി, ആ ഡാഡി എന്നുള്ളത് അവിടെ ചേർത്ത് വായിക്കാൻ പറ്റും. ബൊക്ക ദക്ക, ബൊക്കാച്ചിയോയുടെ ദക്കാമറൻ. പിന്നെയോ സെർവാന്തയുടെ ഡോൺ കിക്സോട്ട്, ഡോൺ കിക്സോട്ട്. ഇറാസ്മസിന്റെ ഇൻ പ്രൈസ് ഓഫ് ഫോളി, ഇൻ പ്രൈസ് ഓഫ് ഫോളി. ഇത്രയും കാര്യങ്ങൾ അവിടെ മെയിൻ ആയിട്ട് നമ്മൾ സാഹിത്യത്തിൽ എന്ത് ചെയ്തത് അവിടെ പറഞ്ഞത് കേട്ടോ.
കാൻഡർബറി ടെയിൽസ് അല്ലെങ്കിൽ കാൻഡർബറി കഥ. ഇനി നെക്സ്റ്റ് ആണ് ഇത്, മൈക്കൽ ആഞ്ചലോയുടെ അന്ത്യവിധി, ലാസ്റ്റ് ജഡ്ജ്മെന്റ്. മൈക്കൽ ആഞ്ചലോയുടെ ചിത്രമാണ് ഇത്. ചിത്രകല പുരോഗതി പ്രാപിച്ചതിലുള്ള മെയിൻ ആയിട്ടുള്ളതാണ് ഇത്, മൈക്കൽ ആഞ്ചലോയുടെ ലാസ്റ്റ് ജഡ്ജ്മെന്റ്, അന്ത്യവിധി എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. പിന്നെയോ റാഫേലിന്റെ ആണ് ഇത്, ഏതൻസിലെ വിദ്യാലയം. പക്ഷെ റാഫേലിന്റെ ഏതൻസിലെ വിദ്യാലയത്തെക്കാൾ നമ്മളോട് ചോദിക്കാറുള്ളത് ഏതാണ്? മഡോണയാണ് കേട്ടോ. മഡോണയാണ് എപ്പോഴും എന്ത് ചെയ്യാറുള്ളത്, ചോദിക്കാറുള്ളത്. ഒന്ന്. മറ്റൊന്ന് ഗൂർണിക്ക. അപ്പൊ ഗൂർണിക്ക മഡോണയും ആരുടേതാണ്? റാഫേൽ എന്നുള്ളത് ഓർത്തിരിക്കുക. ഒരു മിനിറ്റ്. ഗൂർണിക്ക പാബ്ലോ പിക്കാസോയാണ് കേട്ടോ, മാറി പറഞ്ഞാണ്. ഗൂർണിക്ക പാബ്ലോ പിക്കാസോയാണ് കേട്ടോ, മാറി പറഞ്ഞാണ്. റാഫേലിന്റെ മഡോണയാണ്, ഗൂർണിക്ക പാബ്ലോ പിക്കാസോയുടേതാണ് കേട്ടോ. മഡോണ റാഫേലിന്റേത്, ഗൂർണിക്ക പാബ്ലോ പിക്കാസോ, മഡോണ റാഫേൽ, ലാസ്റ്റ് ജഡ്ജ്മെന്റ് മൈക്കൽ ആഞ്ചലോ കേട്ടോ. ലാസ്റ്റ് ജഡ്ജ്മെന്റ് മൈക്കൽ ആഞ്ചലോ. ഇതൊക്കെ ഓരോരോ മ്യൂസിയങ്ങളിലാണ് കേട്ടോ. അപ്പൊ മൈക്കൽ ആഞ്ചലോയുടേതാണ് ഇത് അന്ത്യവിധി. സാധാരണ അവിടെ നമ്മൾ കൂട്ടി പറയുന്ന എല്ലാവരും ഓർത്തു വെക്കുന്ന ഒന്നാണ് ഇത്, മൈക്കിലൂടെയാണ് വിധി പറയുന്നത്. മൈക്കിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, വിധി പറയുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്. അതുപോലെ കോമൺ ആയിട്ട് എല്ലാവരും ഓർത്തിരിക്കുന്ന ഒന്നാണത്. പിന്നെയോ റാഫേലിന്റെ ആണ് ഇത് മഡോണ. റാഫേലിന്റെ ആണ് മഡോണ. ഏതൻസിലെ വിദ്യാലയം എന്ത് ചെയ്തിട്ടില്ല, ഏതൻസിലെ വിദ്യാലയം ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞതുകൊണ്ട് നമുക്ക് ഏത് ഓർത്തിരിക്കണം, ഏതൻസിലെ വിദ്യാലയം. പക്ഷെ എന്നും ചോദിക്കുന്ന ഒന്നാണ് ഏത്, മഡോണ. മഡോണ എന്നുള്ളത് പ്രത്യേകിച്ച് അവിടെ ഓർത്തിരിക്കുക. ഗൂർണിക്ക പാബ്ലോ പിക്കാസോയുടേതാണ് കേട്ടോ. ഗൂർണിക്ക പാബ്ലോ പിക്കാസോ, ഗൂർണിക്ക പാബ്ലോ പിക്കാസോ. അപ്പൊ അവിടെ വേണമെങ്കിൽ ചേർത്ത് വായിക്കാം എന്ത്, ഏതൻസിലെ വിദ്യാലയത്തിലെ ഡോൺ ആയിരുന്നു റാഫേൽ എന്ന് കൂട്ടി വായിക്കാം. ഏതൻസിലെ വിദ്യാലയത്തിലെ ഡോൺ ആയിരുന്നു റാഫേൽ എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കൂട്ടി വായിക്കാം. അതായത് മഡോണയും ഏതൻസിലെ വിദ്യാലയവും റാഫേലും കൂടെ ചേർത്തിട്ട് എന്ത് ചെയ്യാം, അവിടെ ചേർത്ത് വായിക്കാം കേട്ടോ. അപ്പൊ ഏതൻസിലെ വിദ്യാലയത്തിലെ ഡോൺ ആയിരുന്നു റാഫേൽ എന്നുള്ളത് എന്ത് ചെയ്യാം, അവിടെ ഓർത്തിരിക്കാം. അപ്പൊ ചിത്രങ്ങൾ കിട്ടിയല്ലോ. മൈക്കൽ ആഞ്ചലോയുടെയാണ് അന്ത്യവിധി. ഇനി ഇവിടെ നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ നിന്ന് വരുന്ന ഒരു മാനസികാവസ്ഥ ഞാൻ പറഞ്ഞുതരാം. അന്ത്യവിധി ആരുടേതാണ്? ഓപ്ഷൻ എ ലിയനാർഡോ ഡാവിഞ്ചി. ഓപ്ഷൻ എ ലിയനാർഡോ ഡാവിഞ്ചി. എന്തിനാ? നിങ്ങള് അവസാനത്തെ അത്താഴം എന്നുള്ള ഒരു ഓർമ്മയുണ്ടാവും. അപ്പൊ ഈ ലാസ്റ്റ് സപ്പർ എന്നുള്ള ആ ഒരു ഓർമ്മയിൽ അത് അങ്ങോട്ട് ജഡ്ജ്മെന്റ് ആക്കിയിട്ട് അങ്ങോട്ട് മാറ്റും. അപ്പൊ അത് പ്രത്യേകിച്ച് ഓർത്തോണം. ഈ അന്ത്യ എന്ന് കാണുമ്പോ നമുക്ക് എന്ത് ചെയ്യും, അത് പ്രത്യേകിച്ച് ഓർക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഓർത്തോണം. അന്ത്യവിധി എന്ന് പറയുന്നത്, അതിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്, വിധി പറയുന്നത് മൈക്കിലൂടെയാണ് എന്ന് പ്രത്യേകിച്ച് എന്ത് ചെയ്തത്, അവിടെ ഓർത്തിരിക്കണം എന്ന് പറഞ്ഞത് കേട്ടോ. ലാസ്റ്റ് ജഡ്ജ്മെന്റ് മൈക്കൽ ആഞ്ചലോ എന്നുള്ളത് പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. അപ്പോ ഗൂർണിക്ക പാബ്ലോ പിക്കാസോയുടേതാണ്. ഇത്രയും മെയിൻ ആയിട്ട് എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക കേട്ടോ.
ഇനിയോ വാസ്തുശില്പ വിദ്യയിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇത്. ഇനി അതില് നമുക്ക് ആ സാഹിത്യത്തിൽ നിങ്ങൾ കുറച്ചും കൂടെ ആഡ് ചെയ്യേണ്ടത് നിക്കോളോ മാക്കിയവെല്ലിയുടെ ദ പ്രിൻസ്, നിക്കോളോ മാക്കിയവെല്ലിയുടെ ദ പ്രിൻസ് എന്ന പുസ്തകം. അതായത് ഒരു രാഷ്ട്രം എങ്ങനെ ആയിരിക്കണം എന്നുള്ള പറയുന്നതാണ് ഇത്. രാഷ്ട്രം എങ്ങനെ ആവണം, രാജാവ് ഒരേ സമയം സിംഹത്തിന്റെ ശക്തിയും കുറുക്കന്റെ ബുദ്ധിയുമുള്ള ആളായിരിക്കണം എന്ന കാര്യം പറയുന്നുണ്ട് നിക്കോളോ മാക്കിയവെല്ലി അദ്ദേഹത്തിന്റെ ദ പ്രിൻസ് എന്നുള്ള ആ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട് കേട്ടോ. നിക്കോളോ മാക്കിയവെല്ലിയുടെ പുസ്തകമാണ് ഇത്. പിക്കാസോയുടെ പെയിന്റിംഗ് ആണ് ഗൂർണിക്ക കേട്ടോ. ഇവിടെ പെയിന്റിംഗ് ആണോ കൃതിയാണോ എന്ന് നമ്മൾ പ്രത്യേകിച്ച് അവിടെ ഓർത്തിരിക്കണം എന്നില്ല. ഞാൻ പറഞ്ഞത് നവോത്ഥാന കാലഘട്ടത്തിലെ സാഹിത്യം, കല, വാസ്തുശില്പ വിദ്യ എല്ലാറ്റിലും നമുക്കവിടെ മെയിൻ ആയിട്ട് ആ കൃതിയുടെ പേര് അല്ലെങ്കിൽ ആ വർക്കിന്റെ പേര് എന്താന്നുള്ളത് കിട്ടണം. പിന്നെ ഇപ്പുറത്ത് ആൾ ആരാണ് എന്നുള്ളത് എന്ത് ചെയ്യണം, അവിടെ ഓർത്തിരിക്കണം കേട്ടോ. വിൻസെന്റ് വാൻ ഗോഗ് എന്ത് ചെയ്തിട്ടില്ല, ഇതിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ മുമ്പത്തെ ടെക്സ്റ്റിലും പറഞ്ഞിട്ടില്ല, പിന്നെയോ പുതിയ ടെക്സ്റ്റിലും പറഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പറയാത്തത്. പൊട്ടാറ്റോ ഈറ്റേഴ്സ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ കുറെ എണ്ണം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ടിഷ്യാൻ ഉണ്ട്, ബ്രൂണലെസ്കി ഉണ്ട്, ഡൊണാറ്റൽ ഉണ്ട്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. എല്ലാം കൂടെ വേണ്ടാന്ന് വിചാരിച്ചിട്ടാ. എല്ലാം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് അവസാനം മൊണാലിസ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. എല്ലാം കൂടെ പഠിച്ചിട്ടേ വിൻസെന്റ് വാൻ ഗോഗും പൊട്ടാറ്റോ ഈറ്റേഴ്സും അതും എല്ലാം കൂടെ പഠിച്ചിട്ട് അവസാനം ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ, മൊണാലിസ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നിക്കോളോ മാക്കിയവെല്ലിയുടേതാണ് ഇത് ദ പ്രിൻസ് എന്ന പുസ്തകം. ഉട്ടോപ്യ ആരുടേതാണ്? ഉട്ടോപ്യ തോമസ് മൂറിന്റേതാണ്. തോമസ് മൂറിന്റേതാണ് ഇത് ഉട്ടോപ്യ. ഉട്ടോപ്യ എത്രയോ തവണ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റ് അടിച്ച് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. തോമസ് മൂറിന്റേതാണ് ഉട്ടോപ്യ എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ സാഹിത്യം, കല, വാസ്തുശില്പ വിദ്യ ഇതിലൊക്കെ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പിന്നെയോ അതില് വാസ്തുശില്പ വിദ്യയിലുള്ളത് മെയിൻ ആയിട്ട് പറയുന്നതാണ് ഇത് ലോറൻസോ ഗിബർട്ടിയുടേതാണ്. ഇത് ലോറൻസോ ഗിബർട്ടിയിലേതാണ് ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ പണിതത്. ഇതൊന്നും എന്ത് ചെയ്യാറില്ല, PSC അങ്ങനെ ചോദിച്ചിട്ടുമില്ല, ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ് കേട്ടോ. ആ പേരിൽ തന്നെ ഉണ്ട് ലോറൻസോ, ഫ്ലോറൻസ്. അവിടെ ആ ഒരു മാച്ചിങ് കണ്ടോ നിങ്ങൾക്ക്? ലോറൻസോ ഗിബർട്ടി എന്നുള്ളത് ഫ്ലോറൻസിൽ വാതിൽ പണിഞ്ഞ ആളാണെന്ന് ഓർത്തിരുന്നാൽ മതി. ആ പേരിൽ തന്നെ ഒരു മാച്ചിങ് അവിടെ കാണാം. പിന്നെയോ ഡൊണാറ്റലോയുടെ ശില്പമാണ് ഇത് ഗറ്റാമെലീത്ത എന്ന് പറയുന്നത്. ഡൊണാറ്റലോ ഗറ്റാമെലീത്ത കേട്ടോ. ഗറ്റാമെലീഞ്ച, ഗറ്റാമെലീത്ത, ഗറ്റാമെലീഞ്ഞ എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, കാണാറുണ്ട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കേട്ടോ. ഇപ്പൊ ഡൊണാറ്റലോയുടേതാണ് ഏത് ഗറ്റാമെലീത്ത. അതെന്തായാലും എന്ത് ചെയ്യണം, അവിടെ ഓർത്തിരിക്കണം. അതവിടെ എന്തായാലും എന്ത് ചെയ്യണം. ചില പേരുകൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കല്ലേ, ആദ്യമായിട്ട് കേൾക്കുമ്പോൾ എന്തായാലും എന്ത് ചെയ്യും, നിങ്ങൾക്ക് മാറിപ്പോവും കേട്ടോ. ഇപ്പൊ ഡൊണാറ്റലോ അദ്ദേഹത്തിന്റെ ശില്പമാണ് ഇത് ഗറ്റാമെലീത്ത എന്നുള്ളത് ഓർത്തിരിക്കുക. അത്രയും മതി. ഇത് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, ചോദിച്ചിട്ടില്ല കേട്ടോ. ഇത് ഇതുവരെ ഗറ്റാമെലീത്ത ഒന്നും ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, ചോദിച്ചിട്ടില്ല. ഇതൊന്നും മുമ്പത്തെ ടെക്സ്റ്റിലില്ല. മുമ്പത്തെ ടെക്സ്റ്റിൽ ഇല്ലാത്ത രണ്ടെണ്ണമാണ് ഇത് ഈ പറയുന്ന അതൊക്കെ കൊടുത്തിട്ടുള്ളത്. അതായത് ഡൊണാറ്റലോ ബ്രൂണലെസ്കി എന്നൊക്കെ പേര് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, പക്ഷെ എന്താണ് എന്നുള്ളത് എന്ത് ചെയ്തിട്ടില്ല, അവിടെ കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഗറ്റാമെലീഞ്ച, ഗറ്റാമെലീത്ത, ഗറ്റാമെലീഞ്ഞ എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണാറുണ്ട് കേട്ടോ. ഇനിയിപ്പോ അത് ഏതന്നെയാണെങ്കിലും നമുക്ക് അവിടെ എന്ത് ചെയ്താൽ മതി, അവിടെ ഓർത്തിരുന്നാൽ മതി. ലോറൻസോയാണ് എന്ത് ചെയ്ത് ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ പണിഞ്ഞത്. അതൊന്നും നമുക്ക് എന്ത് ചെയ്യണ്ട, അങ്ങനെ ഓർത്തിരിക്കേണ്ട കാര്യമില്ല. വാതിൽ പണിഞ്ഞോന്ന് ആരാന്ന് ചോദിക്കൂല കേട്ടോ. ഇനി
അതിനുശേഷം അവിടെ ആ സാഹിത്യം, നവോത്ഥാന കാല സാഹിത്യം പറഞ്ഞു, നവോത്ഥാന കാല ചിത്രകല പറഞ്ഞു, പെയിന്റിങ് നമ്മൾ കുറച്ച് മൊണാലിസയും അതുപോലെ തന്നെ ഈ പറയുന്ന പാബ്ലോ പിക്കാസോയുടെ ഗൂർണിക്കയും അതൊക്കെ എന്ത് ചെയ്തു അവിടെ പറഞ്ഞു. ഇനി നവോത്ഥാനം ഇറ്റലിയിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ മെയിൻ ആയിട്ട് അവിടെ പറഞ്ഞത്. അപ്പൊ മൊണാലിസയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു ഇറ്റലിയിൽ അവിടെ ചേർത്തിട്ട് പറഞ്ഞു. വാസ്തുശില്പ വിദ്യയിലുണ്ടായ പുരോഗതിയും പറഞ്ഞു. അതിനുശേഷം നവോത്ഥാന കാലഘട്ടത്തിലെ ശാസ്ത്ര പുരോഗതി, നവോത്ഥാന കാലഘട്ടത്തിലെ ശാസ്ത്ര പുരോഗതിയാണ് നമുക്ക് ഇനി എന്ത് ചെയ്യാനുള്ളത്, അടുത്ത് നോക്കാനുള്ളത്. ശാസ്ത്ര പുരോഗതി എന്ന് പറയുന്നത് അവിടെ മെയിൻ ആയിട്ട് എന്ത് ചെയ്തു, ശാസ്ത്ര പുരോഗതിയിലുള്ളതാണ് ഈ പറയുന്നത് കേട്ടോ. അതായത് ഈ മെയിൻ ആയിട്ട് ഇംഗ്ലണ്ടിലെ വ്യവസായ വിപ്ലവത്തിന്റെ ഫലമായിട്ട്, ഇംഗ്ലണ്ടിൽ എന്ത് ചെയ്യപ്പെടുന്നു, വ്യവസായ വിപ്ലവത്തിന്റെ ഫലമായിട്ട് പ്രത്യേകിച്ച് യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം, അതായത് അച്ചടി 1439 എന്ത് ചെയ്യുന്നു, അച്ചടി കണ്ടുപിടിക്കുന്നു. ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിക്കുന്നു. അതായത് മെയിൻ ആയിട്ട് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, എല്ലാ മേഖലയിലും അറിവുള്ള ആളുകൾ എവിടെ വന്നു, ഇറ്റലിയിൽ വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോരോ അറിവ് കൊണ്ട് എന്ത് ചെയ്തു, ഓരോ മേഖലയും വികസിക്കാൻ തുടങ്ങി. അപ്പൊ നവോത്ഥാന കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, ഭൂമിയാണ് എല്ലാറ്റിന്റെയും കേന്ദ്രം എന്ന് പറഞ്ഞിരുന്ന ആ സ്ഥാനത്ത് നിന്ന് കോപ്പർനിക്കസ് ആണ് എന്ത് ചെയ്യുന്നത്, സൂര്യനാണ് എല്ലാറ്റിന്റെയും കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് തെളിയിക്കുന്നത്. അപ്പൊ സൗരയൂഥ സിദ്ധാന്തം ആരുടേതാണ്, കോപ്പർനിക്കസിൻ്റെതാണ്. അത് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക. അപ്പൊ കോപ്പർനിക്കസിന്റെ സൗരയൂഥ സിദ്ധാന്തം. മറ്റൊന്ന് ഗലീലിയോ ഗലീലി എന്ത് കണ്ടുപിടിച്ചു, ടെലസ്കോപ്പ്, ദൂരദർശിനി കണ്ടുപിടിച്ചു. ഗുട്ടൻബർഗ് ഒക്കെ വരും കേട്ടോ, ഗുട്ടൻബർഗ് ഒക്കെ വരും. കോപ്പർനിക്കസ് ആണ് സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ഗലീലിയോ ഗലീലിയാണ് ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത്. ദൂരദർശിനി കണ്ടുപിടിച്ചത് ആര് എന്ന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. പിന്നെയോ ശനിയുടെ വലയങ്ങൾ കണ്ടെത്തിയത് ആരെന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ശനിയുടെ വലയങ്ങൾ കണ്ടെത്തിയതും ആരെന്നെയാണ്, ഗലീലിയോ ഗലീലി തന്നെയാണ് കേട്ടോ. പിന്നെയോ മറ്റൊന്നാണ് ഇത്, പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥം ആരുടേതാ, പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥം ഐസക് ന്യൂട്ടന്റേതാണ്. അതായത് ഈ കാലഘട്ടത്തിലെ ശാസ്ത്ര പുരോഗതിയാണ് എന്ത് ചെയ്യുന്നത്, മെയിൻ ആയിട്ട് അവിടെ പറയുന്നത് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. അതിൽ ഈ കാലഘട്ടത്തിൽ എടുത്തു പറയുന്ന പുസ്തകമാണ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. ഒപ്പം അതിൽ തന്നെ നമുക്കറിയാൻ പറ്റും ആകർഷണ സിദ്ധാന്തം ഒക്കെ പറയുന്നതിലെ ചലന നിയമങ്ങളും ആവിഷ്കരിക്കുന്ന ഒക്കെ ഇതിലാണ്, ഒക്കെ ഈ ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നത്, പുരോഗതി ഉണ്ടാവുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. ചലന നിയമം, ആകർഷണ സിദ്ധാന്തം, ഇതൊക്കെ നമ്മൾ നോർമൽ ആയിട്ട് ആരെ കുറിച്ച് പറയുന്നതാണ്. ഇപ്പൊ ഗുരുത്വാകർഷണ ബലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെ ആരെ ഓർമ്മയുള്ളൂ, ന്യൂട്ടനും ഒരു ആപ്പിളും മാത്രമേ ഓർമ്മയുള്ളൂ അല്ലെ. അപ്പൊ ആ ഒരു ലെവലില് ആകർഷണ സിദ്ധാന്തം, ചലന നിയമം, ഇതൊക്കെ ശാസ്ത്ര പുരോഗതിയിൽ എന്ത് ചെയ്യുന്നു, ആ കാലഘട്ടത്തിലാണ് എന്ന് പറയപ്പെടുന്നു. ഇനിയോ മറ്റൊന്നാണ് ഇത്, വർഗീകരണ ശാസ്ത്രത്തിന്റെയും പരിസ്ഥിതി ശാസ്ത്രത്തിന്റെയും പിതാവായിട്ട് കണക്കാക്കുന്നത് കാൾ ലിനേയസ്. വർഗീകരണ ശാസ്ത്രത്തിന്റെയും പരിസ്ഥിതി ശാസ്ത്രത്തിന്റെയും പിതാവായിട്ട് ആരെ കണക്കാക്കുന്നു, കാൾ ലിനേയസ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് എന്ത്, നവോത്ഥാന കാലഘട്ടത്തിലെ ശാസ്ത്ര പുരോഗതിയായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് ഓർത്തിരിക്കാനുള്ളത്. ഒന്ന് കോപ്പർനിക്കസിന്റെ സൗരയൂഥ സിദ്ധാന്തം, ഗലീലിയോ ഗലീലിയുടെ ടെലസ്കോപ്പ്, പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക, ഐസക് ന്യൂട്ടൺ, പിന്നെയോ വർഗീകരണ ശാസ്ത്രത്തിന്റെയും പരിസ്ഥിതി ശാസ്ത്രത്തിന്റെയും പിതാവായിട്ട് കാൾ ലിനേയസ്. ഇത്രയും നമുക്ക് അവിടെ മെയിൻ ആയിട്ട് എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം. ഇനിയോ ആ കാലഘട്ടത്തിൽ ഈ വ്യവസായ വിപ്ലവം ഉണ്ടാവുന്നു. അതായത് എല്ലാറ്റിന്റെയും പുരോഗതിയുടെ ഫലമായിട്ട് ശാസ്ത്ര രംഗങ്ങൾ പുരോഗതി പ്രാപിച്ചു, യന്ത്രങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി, കണ്ടുപിടിക്കാൻ തുടങ്ങി. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഗുട്ടൻബർഗ് ആണ് അച്ചടി യന്ത്രം കണ്ടുപിടിക്കുന്നത്. ഗുട്ടൻബർഗ് ആണ് അച്ചടി യന്ത്രം കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഇന്നലെ വേറെ കാര്യം പറഞ്ഞു, മധ്യകാല ലോകത്തിൽ അച്ചടി ആരുടെ സംഭാവനയാണെന്ന് പറഞ്ഞു, അച്ചടി ആരുടെ സംഭാവനയാണെന്ന് പറഞ്ഞു, ചൈനക്കാരുടെ സംഭാവനയാണെന്ന് പറഞ്ഞു അച്ചടി. പക്ഷെ അവരെന്ത് ചെയ്തിട്ടില്ല, അച്ചടി യന്ത്രമൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അച്ചടി യന്ത്രമൊന്നും അവരെന്ത് ചെയ്തിട്ടില്ല,
മെയിൻ ആയിട്ട് കണ്ടുപിടിച്ചതായിട്ട് എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. അച്ചടി ആരുടെ സംഭാവനയാണെന്ന് പറഞ്ഞു? ചൈനക്കാരുടെ സംഭാവനയാണ്. പക്ഷെ അച്ചടി യന്ത്രങ്ങൾ കണ്ടുപിടിക്കാനുള്ള ശ്രമവും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ 1439 വിജയകരമായിട്ടുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിക്കുന്ന ആരാണ്? ഗുട്ടൻബർഗ് കേട്ടോ. ഗുട്ടൻബർഗ് ആണ് 1439 എന്ത് ചെയ്യുന്നത്, അച്ചടി യന്ത്രം കണ്ടുപിടിക്കുന്നത്. അവിടെ നമുക്ക് മെയിൻ ആയിട്ട് ഇയർ ഒന്നും വേണ്ട. അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആര് എന്ന് ചോദിക്കും. ആ സമയത്ത് നമുക്ക് ഏത് മാത്രം മതി? ഗുട്ടൻബർഗ് എന്നുള്ള ഒരു ഉത്തരം മാത്രം മതി കേട്ടോ. പിന്നെയോ ഫ്ലൈയിങ് ഷട്ടിൽ ജോൺ കെ. ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ആരാണ്? വ്യവസായ വിപ്ലവ കാലത്ത് ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ജോൺ കെ. സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ്. സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ്. ആവിയന്ത്രം ജെയിംസ് വാട്ട്. ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീവൻസൺ. ഇതിലാകെ ചോദിച്ചിട്ടുള്ള ഏത് മാത്രമാണ്? ആവിയന്ത്രം മാത്രമാണ് കേട്ടോ. ഇതിലാകെ ചോദിച്ചിട്ടുള്ള ഏത് മാത്രമാണ്? ആവിയന്ത്രം മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഫ്ലൈയിങ് ഷട്ടില് ജോൺ കെ, സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ്, ആവിയന്ത്രം ജെയിംസ് വാട്ട്, ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീവൻസൺ എന്നുള്ളത് മാത്രം അവിടെ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഇവിടെ ഒന്നും നിങ്ങൾ ഇവരുടെ കൺട്രി ഒന്നും കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാൻ നിൽക്കണ്ട, പഠിക്കാൻ നിൽക്കണ്ട. അതിന്റെ ആവശ്യം എന്താ? അവിടെ നമുക്കൊന്നും ആവശ്യം വരുന്നില്ല കേട്ടോ. ഇവിടെ എന്ത് മാത്രമേ പറയുന്നുള്ളൂ, അവിടെ മെയിൻ ആയിട്ട് നമുക്ക് നവോത്ഥാന കാലഘട്ടത്തിൽ ശാസ്ത്ര പുരോഗതി എന്ന് പറയുന്നത് യൂറോപ്പിലാണ്. ആ യൂറോപ്പിൽ ഉണ്ടായിരുന്ന ശാസ്ത്ര പുരോഗതിക്ക് നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണ് എന്നുള്ളതാണ് അവിടെ മെയിൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അവിടെ ഓർത്തിരിക്കേണ്ടത്. അതിലേത് ഓർത്തിരിക്കുക? ആവിയന്ത്രം ജെയിംസ് വാട്ട്. അത് മാത്രമാണ് ഇത്രയും കാലത്തിനിടയ്ക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, PSC ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഒരെണ്ണം നമ്മൾ പറഞ്ഞു, അച്ചടി യന്ത്രം ഗുട്ടൻബർഗ് ആണ് എന്നുള്ളതും പറഞ്ഞു. അപ്പൊ ശാസ്ത്ര പുരോഗതിയായി, കലാ സാഹിത്യ വാസ്തുശില്പ വിദ്യാ പുരോഗതിയായി. ഇനിയോ ഇതേ കാലഘട്ടത്തിലാണ് എന്ത്, മത നവീകരണം. ഇതേ കാലഘട്ടത്തിലാണ് മതനവീകരണം. മതനവീകരണത്തിന് തുടക്കം കുറിച്ചത് എവിടെയാണ്? മതനവീകരണത്തിന് തുടക്കം കുറിച്ചത് ജർമ്മനിയിലാണ് കേട്ടോ. മതനവീകരണത്തിന് തുടക്കം കുറിച്ചത് ജർമ്മനിയിലാണ്. ആരാ? നമുക്ക് മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒറ്റ പേരേ ഉള്ളൂ, അതാണ് ഇത്, മാർട്ടിൻ ലൂതർ കേട്ടോ. മാർട്ടിൻ ലൂതർ ആണ് ഏതിന് നേതൃത്വം കൊടുത്തത്? മതനവീകരണത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പോ ഇതിനു മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ജോൺ വൈക്ലിഫിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഈ സഭയുടെ, കത്തോലിക്ക സഭയുടെ കൊള്ളരുതായ്മകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതേ സമയത്ത് ഈ കൊള്ളരുതായ്മകളും മറ്റുമൊക്കെ ചോദ്യം ചെയ്ത് മാർട്ടിൻ ലൂതർ ആണ് എന്ത് ചെയ്യുന്നത്, പിന്നീട് മുന്നോട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഈ മാർട്ടിൻ ലൂതർ വരുന്ന സമയത്ത് റോമിലെ സെന്റ് പീറ്റേഴ്സ് ദേവ, മതനവീകരണത്തിന്റെ ഇംഗ്ലീഷോ, റിഫോർമേഷൻ, റിലീജിയസ് റിഫോർമേഷൻ കേട്ടോ. അപ്പൊ അവിടെ ഓർത്തിരിക്കേണ്ടത്, മതനവീകരണം ആരംഭിച്ചത് എവിടെയാണ്? ജർമ്മനിയിലാണ് എന്ന് ഓർത്തിരിക്കുക. ഈ മാർട്ടിൻ ലൂതർ വന്ന സമയത്ത്, ആ സമയത്ത് ഈ റോമിലെ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിന്റെ വാതില് പുതുക്കി പണിയേണ്ട ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ ഇത് പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് ഫണ്ടില്ല. അപ്പൊ ഇതിനെങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, ഫണ്ട് കണ്ടെത്തണം. അപ്പൊ ഇതിന് മുന്നേ തന്നെ സഭ നടത്തിയിട്ടുള്ള അഴിമതിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഈ ഇതെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് ആ സമയത്ത് എന്ത് ചെയ്തു, സഭ ഒരു പുതിയൊരു ഒരു സിസ്റ്റം ഇറക്കി. അതായത് പാപമുക്തി പത്രം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഒരു സംഭവം ഇറക്കി. ഈ പാപമുക്തി പത്രം എന്ന് പറഞ്ഞാൽ അത് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എത്ര വലിയ പാപങ്ങളാണെങ്കിലും എന്ത് ചെയ്യും, പൊറുക്കപ്പെടും. അപ്പോ ഈ പാപമുക്തി പത്രം എന്ന് പറയുന്നത് ഇത്രയും അടിച്ചിറക്കിയ സമയത്ത് ഈ പാപമുക്തി പത്രം വെറുതെ കിട്ടൂല. നമ്മൾ അപേക്ഷാ ഫോം വാങ്ങിക്കുന്ന പോലെ എന്ത് ചെയ്യൂല, വെറുതെ കിട്ടൂല. ഇത് വലിയ എമൗണ്ട് കൊടുത്താലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് കിട്ടുള്ളൂ. അപ്പൊ ഈ കൊള്ളരുതായ്മകൾ ചോദ്യം ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു, മാർട്ടിൻ ലൂതർ 95 സിദ്ധാന്തങ്ങൾ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഒരു വലിയൊരു സംഭവം തയ്യാറാക്കിയിട്ട് ഈ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിന്റെ വാതിൽ എന്ത് ചെയ്തു, വാതിൽക്കല് ആണിയടിച്ചു തൂക്കി. ആണിയടിച്ചു തൂക്കിയപ്പോ ഈ പള്ളിയിൽ വരുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇത് വായിക്കാൻ തുടങ്ങി. ഇത് വായിച്ച് ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, സഭയ്ക്കെതിരെ തിരിയാൻ തുടങ്ങി. അങ്ങനെ ആരെ പുറത്താക്കി? മാർട്ടിൻ ലൂതറിനെ പുറത്താക്കി. മാർട്ടിൻ ലൂതർ ഇതിനെതിരെ പ്രതിഷേധിച്ചവരാണ് പ്രൊട്ടസ്റ്റാന്റുകൾ എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പൊ അത്രയും നമുക്ക് ആവശ്യമില്ല. 95 സിദ്ധാന്തങ്ങൾ ആര് തയ്യാറാക്കിയതാ? 95 സിദ്ധാന്തങ്ങൾ ആര് തയ്യാറാക്കിയതാ?
മാർട്ടിൻ ലൂതർ തയ്യാറാക്കിയതാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. മതനവീകരണം ആരംഭിച്ചത് എവിടെയാണെന്നുള്ളത് ഓർത്തിരിക്കുക. ജർമ്മനിയിലാണ് എന്നുള്ളതും ഓർത്തിരിക്കുക. അത്രേ നമുക്ക് മെയിനായിട്ട് എന്ത് ചെയ്യേണ്ടതുള്ളൂ, അവിടെ ആവശ്യമുള്ളൂ. ഇനി എന്ത് ചെയ്തു, മതനവീകരണത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നതാണ് ഇത്. മതനവീകരണം പറഞ്ഞു, അതായത് മതത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ചോദ്യം ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഇത് ഇതൊന്നും ചോദിക്കൂല. ഏത് ചോദിക്കുമെന്ന് ചോദിക്കുന്ന കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞ. മതനവീകരണം എവിടെയാണ് ആരംഭിച്ചത് അത് ചോദിച്ച ചോദ്യമാണ്, എത്രയോ തവണ ചോദിച്ചതാണ് കേട്ടോ. ബാക്കി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് എന്താണ് മതനവീകരണം എന്നുള്ളത്. അപ്പൊ മതനവീകരണം ആരംഭിച്ചത് ജർമ്മനിയിലാണ്. മാർട്ടിൻ ലൂതറിന്റേതാണ് 95 സിദ്ധാന്തങ്ങൾ. ഇത്രയും അവിടെ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഇനി ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വന്നതാണ് ഇത് പ്രതിനവീകരണം. അതിൽ മെയിൻ ആയിട്ട് ഏതാണ്, ഈശോ സഭ സ്ഥാപിച്ചത് ആരാണ്? ഈശോ സഭ സ്ഥാപിച്ചത് ആരാണ്? ഇഗ്നേഷ്യസ് ലയോള. ഇത് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഇഗ്നേഷ്യസ് ലയോളയാണ് ഈശോ സഭ സ്ഥാപിച്ചത്. അത് PSC എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഇഗ്നേഷ്യസ് ലയോള എന്നുള്ളൊരു ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ആൾറെഡി നമ്മൾ പറഞ്ഞു എന്ത്, മാർട്ടിൻ ലൂതർ ഇത് ജർമ്മനിയിലേതാണ്. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയിലാണ്. എനിക്കൊരു സ്വപ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ, അത് വേറെയാണ് കേട്ടോ. ഇതിന്റെ കൂടെ കൊണ്ടുപോയിട്ട് ജൂനിയറും സീനിയറും ഒന്നും ചേർക്കല്ലേ. ഇതിന് എതിരായിട്ട് വന്നത് പ്രതിനവീകരണം. അത് നിങ്ങൾ ഓർത്തിരിക്കണം എന്നില്ല കേട്ടോ. ഇത് മതനവീകരണം മാത്രം നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, PSCക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ ഇഗ്നേഷ്യസ് ലയോള എന്ത് സ്ഥാപിച്ചത്, ഈശോ സഭ സ്ഥാപിച്ചു എന്ന് മാത്രം എന്ത് ചെയ്താൽ മതി, അവിടെ ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഇനി ഇതേ സംഭവം തന്നെ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ വരാനുള്ളത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യും, വേറെ വരും. അതായത് ഈ സയന്റിഫിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ടായല്ലോ, സയൻസിൽ പുരോഗതി ഉണ്ടായി എന്ന് പറഞ്ഞു. നവോത്ഥാന കാലഘട്ടമാണ് എന്ത് ചെയ്യുന്നത്, ആധുനിക യുഗത്തിന്റെ വെള്ളി നക്ഷത്രം ഇറ്റലിയിൽ ഉദിച്ചു എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മൾ പറയുന്നില്ലേ നവോത്ഥാനത്തിന്റെ കളിത്തൊട്ടിൽ ഇറ്റലി എന്നൊക്കെ പറയുന്നില്ലേ, ആ സംഭവം എങ്ങനെ ചോദിക്കാറുണ്ട്, ആധുനിക യുഗത്തിന്റെ വെള്ളി നക്ഷത്രം എവിടെ ഉദിച്ചു എന്ന് ചോദിക്കാറുണ്ട്. അത് ഇതേ സെന്റൻസിനെ വേറൊരു രീതിയിലേക്ക് മാറ്റിയതാണ് കേട്ടോ. അപ്പോ ആധുനിക യുഗത്തിന്റെ വെള്ളി നക്ഷത്രം ഇറ്റലിയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അതേ ശാസ്ത്ര പുരോഗതിയും കാര്യങ്ങളൊക്കെ ആധുനിക യുഗത്തിന്റെ വെള്ളി നക്ഷത്രം എന്ന് പറയുന്നത് ആധുനിക യുഗം എവിടെയാണ് തുടങ്ങിയത് എന്നുള്ളതാണ്. അതാണ് നമ്മൾ പറഞ്ഞത്, ഇറ്റലിയിലെ നവോത്ഥാനത്തോടു കൂടിയാണ് എവിടേക്ക് കിടക്കുന്നത്, ആധുനിക യുഗത്തിലേക്ക് കിടക്കുന്നത്. പിന്നെ ബാക്കി രാജ്യങ്ങളിലേക്ക് അങ്ങനെ എന്ത് ചെയ്തു, പടർന്നു പിടിക്കുന്നത് ആ ഒരു തരത്തിലാണ് കേട്ടോ. ഇനിയോ അവിടെ നമുക്ക് ഓർത്തിരിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഇനി വേറൊരു ചാപ്റ്ററിന്റെ തുടക്കമായിട്ട് എന്ത് ചെയ്യും, കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞു പോകേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശാസ്ത്ര പുരോഗതി, ഗലീലിയോ ഗലീലി, വടക്ക് നോക്കി യന്ത്രം, പിന്നെയോ ദൂരദർശിനി, പായ്ക്കപ്പലുകൾ കണ്ടുപിടിക്കാൻ തുടങ്ങി. പിന്നെ അതുമല്ല വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ മെയിനായിട്ട് ഈ പറയുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ വഴി ഇനി വാണിജ്യം നടക്കുവോ? കോൺസ്റ്റാന്റിനോപ്പിൾ വഴി ഇനി വാണിജ്യം നടക്കുവോ? ഇല്ല. കാരണം എന്താ, അത് തുർക്കികളെ പിടിച്ചടക്കിയില്ലേ, അപ്പോ ഈ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഈ ഭാഗം തുർക്കികൾ കൈയടക്കി, പിന്നെയോ ഇപ്പുറത്ത് കുറച്ച് ഭാഗം എന്ത് ചെയ്യുന്നു, അറബികൾ കൈയടക്കി. അങ്ങനെ എന്ത് ചെയ്യാണ്, യൂറോപ്യൻസ് ആകെ ലോക്കാവുകയാണ്. അപ്പൊ നമ്മൾ ഈ ലാസ്റ്റ് ഇതിന്റെയൊക്കെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യപ്പെടുന്നു, ഇവിടെ ആകെ കൂടെ ആര് ലോക്കായി പോകുന്നു, യൂറോപ്യൻസ് ഇങ്ങനെ ലോക്കായി പോകുന്നു. ഇതിലൂടെ കരവാണിജ്യം അല്ലെങ്കിൽ ഇതിലൂടെ അങ്ങോട്ട് നടത്താൻ പറ്റുന്നില്ല. തുർക്കികൾ ഇവിടെ എന്ത് ചെയ്തു, കൈയടക്കി വെച്ചു. പിന്നെ ഇങ്ങോട്ടേക്ക് പോരുമ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആരാണ്, ഇറ്റലിയാണ്. അപ്പൊ ഇതിലൂടെ എങ്ങാനും പോകണമെങ്കിൽ ആരോട് ചോദിക്കണം, ഇറ്റലിയോട് ചോദിക്കണം. പിന്നെയോ ഇങ്ങോട്ടേക്ക് ഇതിലൂടെ വരണമെങ്കിൽ ഇവിടെ ഈ ഭാഗത്തൊക്കെ അറബികളും ഒക്കെയാണ്. അങ്ങനെ എന്ത് ചെയ്തു, ഇവര് ഏകദേശം കൂട്ടിലടയ്ക്കപ്പെട്ട അവസ്ഥയിലായപ്പോൾ എന്ത് ചെയ്തു, പോർച്ചുഗീസുകാർ ആദ്യം തീരുമാനിച്ചു, എന്തായാലും വടക്ക് നോക്കി യന്ത്രം ദൂരദർശിനിയൊക്കെ കണ്ടെത്തിയതല്ലേ, പായ്ക്കപ്പൽ നിർമ്മിക്കാൻ തീരുമാനിച്ചു. പായ്ക്കപ്പൽ നിർമ്മിച്ചു. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, എങ്ങോട്ടേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. പോർച്ചുഗീസുകാർ ആദ്യം 1488 ബർത്തലോമിയോ ഡയസിനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു.
ഇങ്ങനെ താഴെ കൂടെ എന്ത് ചെയ്തു, ഒരു പായ്ക്കപ്പലും കൊടുത്തു വിട്ടിട്ട് നേരെ ഇങ്ങോട്ടേക്ക് പോന്നു. നേരെ ഇങ്ങോട്ടേക്ക് വന്ന് എന്ത് ചെയ്യുന്നു, ആഫ്രിക്കയുമായിട്ട് സൈഡായിട്ട്, അതായത് ആഫ്രിക്ക ഭൂഖണ്ഡത്തെ ചുറ്റി ഇങ്ങനെ വന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യപ്പെടുന്നു, ആഫ്രിക്കയുടെ അറ്റത്തെത്തിയപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം തിരിഞ്ഞ് അങ്ങോട്ടേക്ക് പോകില്ല. കാരണം എന്താ, പായ്ക്കപ്പല് കാറ്റ് ഓപ്പോസിറ്റ് വീശുമ്പോൾ എന്ത് ചെയ്യും, ഇങ്ങോട്ട് തന്നെ പോരും. ഇങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, അവിടെ തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത്. അതിനെന്ത് ചെയ്തു, കൊടുങ്കാറ്റിന്റെ മുനമ്പ് എന്നൊരു പേരിട്ടിട്ട് പോന്നു. കൊടുങ്കാറ്റിന്റെ മുനമ്പ്. കാരണം എന്താ, അവിടെ എത്തുമ്പോൾ ഭയങ്കര കൊടുങ്കാറ്റാണ്. അതുകൊണ്ടാണ് ഏത് പേരിട്ടിട്ട് പോകുന്നത്, കൊടുങ്കാറ്റിന്റെ മുനമ്പ് എന്നുള്ള ഒരു പേരും കൊടുത്തിട്ട് ആര് പോന്നു, ഈ ബർത്തലോമിയോ ഡയസ് പോന്നു. എന്നാൽ തിരിച്ചെത്തിയപ്പോൾ പോർച്ചുഗീസ് രാജാവ് പറഞ്ഞു, അത് കൊടുങ്കാറ്റിന്റെ മുനമ്പല്ല, അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ എത്തും എന്നുള്ള പ്രതീക്ഷയുണ്ട്. സോ അതിനെ എന്ത് വിളിക്കണം, സുപ്രതീക്ഷ മുനമ്പ്, ഗുഡ് ഹോപ്പ് മുനമ്പ് എന്നുള്ള ആ ഒരു പേര് ആരിട്ടു, പോർച്ചുഗീസ് രാജാവാണ് എന്ത് ചെയ്യുന്നത്, ഇടുന്നത്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു പേര് ഗുഡ് ഹോപ്പ് മുനമ്പ്. ആദ്യം എന്ത് ചെയ്തു, കേപ്പ് ഓഫ് സ്റ്റോംസ് എന്നായിരുന്നു, പിന്നെ അത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്നാക്കി മാറ്റി. അപ്പോ അവിടെയുള്ള ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോ ഇവിടെ നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ആഫ്രിക്കയുടെ സൈഡ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ലെവലിൽ ഇങ്ങനെ പോരണം, എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ പോകുന്നത്. അപ്പൊ ഇവിടെയാണ് ആരാ അവസാനിക്കുന്നത്, ഈ ഭാഗത്താണ് ആരാ അവസാനിക്കുന്നത്, ബർത്തലോമിയോ ഡയസ് 1488 പോന്നിട്ട് അവസാനിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം പോരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് പറ്റിയൊരു ഫോൾട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൂടെ ചാരി ഇങ്ങനെ വന്നപ്പോ പെട്ടെന്ന് പായ്ക്കപ്പൽ ഇവിടെ എത്തിയപ്പോ ഇവിടുന്ന് കാറ്റ് വീശുന്നത് ആർക്ക് തടുക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ബർത്തലോമിയോ ഡയസിനും കൂട്ടർക്കും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഇദ്ദേഹം ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. അടുത്ത് എന്ത് ചെയ്യുന്നു, ഇതേ സമയത്ത് ഇവിടെ രണ്ട് ടീം ഭയങ്കര മത്സരമാണ്. ഒന്ന് പോർച്ചുഗീസുകാര്, അപ്പുറത്ത് സ്പെയിൻകാര്. ഈ രണ്ടു കൂട്ടര് ഇനി പോർച്ചുഗീസുകാർ ഇങ്ങോട്ടേക്ക് വിട്ടു. ആദ്യം തൊട്ടടുത്ത് എന്ത് ചെയ്യുന്നു, 1492 4 വർഷം കഴിഞ്ഞോടുകൂടെ എന്ത് ചെയ്തു, സ്പെയിൻകാരെന്ത് ചെയ്തു, ഇവര് പോയ വഴിയിലൂടെ പോകണ്ട, കാരണം നമ്മൾ കോപ്പി അടിച്ചു എന്നുള്ള ഒരു ഇത് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഈ റൂട്ടിന് വന്നില്ല, നേരെ ഇങ്ങോട്ടേക്ക് വിട്ടു. 1492 കൊളംബസ് ഇങ്ങോട്ടേക്ക് വിട്ടു. നേരെ ഇങ്ങോട്ടേക്ക് വിട്ടാലും ഇപ്പുറത്തെത്തുമല്ലോ. ലാസ്റ്റ് ഇവിടെ വന്നിട്ട് കരയിൽ മുട്ടിയപ്പോ അദ്ദേഹം എന്ത് വിചാരിച്ചു, അത് ഇന്ത്യയാണ് എന്ന് വിചാരിച്ചു. ഇതായിരുന്നു എന്ത്, അമേരിക്ക. അദ്ദേഹം അവിടെ റെഡ് ഇന്ത്യക്കാർ എന്നൊക്കെ വിളിച്ചിട്ട് ഇത് തിരിച്ചു പോന്നു. നെക്സ്റ്റ് ആരുടെ ഊഴമാണ്, നെക്സ്റ്റ് വീണ്ടും പോർച്ചുഗീസുകാരുടെ ഊഴമാണ്. പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു, വാസ്കോഡ ഗാമയെ സെറ്റപ്പ് ആക്കിയിട്ട് വിട്ടു. പക്ഷെ വാസ്കോഡ ഗാമ എന്ത് തീരുമാനിച്ചു, വാസ്കോഡ ഗാമ ഭയങ്കര ബുദ്ധി കൊണ്ട് കളിക്കുന്ന ആള്. ആദ്യം ആൾ എന്ത് ചെയ്തു, നേരെ ഇങ്ങോട്ടേക്ക് പോന്നു. നേരെ സെൻട്രൽ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇതിന് പാരലായിട്ട് വന്നു നിന്നു. അതായത് കറക്റ്റ് ഇവിടുന്ന് കാറ്റ് വീശുന്നുണ്ടെങ്കിൽ, ഈ ഭാഗത്ത് നിന്ന് കാറ്റ് വീശുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ കുറെ അകലെയായിട്ട് ഈ ഭാഗത്ത് വന്ന് നിന്നു. പിന്നെ ഇവിടുന്ന് എന്ത് ചെയ്തു, കൺട്രോൾ ചെയ്തിട്ട് കാറ്റിനെ നിയന്ത്രിച്ച് നേരെ എന്ത് ചെയ്തു, ഇങ്ങോട്ടേക്ക് വന്ന് ലാസ്റ്റ് എവിടെ വന്ന് കയറി, ഇന്ത്യയിൽ വന്ന് കയറി. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, സമുദ്ര വഴികൾ കണ്ടെത്താനുള്ള ആ ഒരു നിയന്ത്രണം ഇവരെ എത്തിക്കുന്നതാണ്. എന്തുകൊണ്ടാ, കോൺസ്റ്റാന്റിനോപ്പിൾ അവിടെ ലോക്കായി, ഇപ്പുറത്ത് മെഡിറ്ററേനിയൻ കടൽ ലോക്കായി. ഇങ്ങനെ ലോക്കായതുകൊണ്ട് നിവൃത്തികേട് കൊണ്ടാണ് സമുദ്രത്തിലൂടെയുള്ള വഴികൾ ആര് കണ്ടുപിടിച്ചത്, പോർച്ചുഗീസുകാരും സ്പെയിൻകാരും എന്ത് ചെയ്തത്, കണ്ടുപിടിച്ചത്. അങ്ങനെ എന്ത് ചെയ്യപ്പെടുന്നു, പോർച്ചുഗീസുകാരും സ്പെയിൻകാരും ഒക്കെ ഇറങ്ങി, പിന്നെ പതുക്കാരും ഇറങ്ങി, ഇംഗ്ലണ്ടുകാരിറങ്ങി, എല്ലാവരും സമുദ്ര വഴികൾ എന്ത് ചെയ്യാൻ തുടങ്ങി, കണ്ടെത്താൻ തുടങ്ങി. അങ്ങനെയാണ് അവിടെ നിന്ന് എഴുതി വെക്കുക, കബ്രാളാണ് ഏത് കണ്ടെത്തിയത്, ബ്രസീൽ കണ്ടെത്തിയത്. കബ്രാളാണ് ബ്രസീൽ കണ്ടെത്തിയത്. കബ്രാൾ ബ്രസീൽ കണ്ടെത്തിയത്. വാസ്കോഡ ഗാമ എവിടേക്കുള്ള വഴി, അത് പിന്നെ എഴുതേണ്ട കാര്യമില്ല, ഇന്ത്യയിലേക്കുള്ള വഴി. കൊളംബസ് അമേരിക്ക കണ്ടെത്തിയത്. ജോൺ ക്യാബട്ട് ന്യൂ ഫൗണ്ട് ലാൻഡ് കേട്ടോ, ന്യൂ ഫൗണ്ട് ലാൻഡ്, ജോൺ ക്യാബട്ട്. കബ്രാൾ ബ്രസീൽ, അത് പിന്നെ അയാളുടെ പേരിൽ തന്നെ ഉണ്ട്, ബ്രസീൽ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം അയാളുടെ പേരിൽ തന്നെ കാണാം കേട്ടോ. കബ്രാൾ ബ്രസീൽ, ജോൺ ക്യാബട്ട് ന്യൂ ഫൗണ്ട് ലാൻഡ്. ബൽബോവ പനാമ കേട്ടോ, ബൽബോവ പനാമ.
ബൽബോവ, പനാമ. ഇത്രയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെയോ മെഗല്ലനാണ് ലോകം ആദ്യമായി ചുറ്റി സഞ്ചരിച്ചത്. ഓസ്ട്രേലിയ കുക്ക് അതൊക്കെ വേറെ വരുന്നുണ്ട് കേട്ടോ. ഓസ്ട്രേലിയ കണ്ടെത്തിയത് ബൽബോവ. ഇയറൊന്നും വേണ്ട, അതിന്റെ ഇയറൊന്നും വേണ്ട. അതിൽ നമുക്ക് ആകെ 1498 കാപ്പാട് വന്ന് കപ്പലിറങ്ങി എന്ന് പറയുന്നില്ലേ നമ്മള് കേട്ടോ. ബൽബോവ പനാമ കണ്ടെത്തിയത്, ന്യൂ ഫൗണ്ട് ലാൻഡ് കാബട്ട് കണ്ടെത്തിയത് ജോൺ കാബട്ട്. വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള വഴി, കബ്രാള് ബ്രസീല്, കൊളംബസ് അമേരിക്ക. എല്ലാവരും യൂറോപ്യൻസ് ആണ്. ഇംഗ്ലണ്ട്, സ്പെയിന്, പോർച്ചുഗൽ, സ്പെയിൻ. അതിൽ മെയിൻ ആയിട്ട് സ്പെയിനും പോർച്ചുഗലും മാത്രം. അവർ തമ്മിലാണ് കോമ്പറ്റീഷൻ കേട്ടോ. അപ്പൊ ആഫ്രിക്കയുടെ മുനമ്പ് കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാലോ, സുപ്രതീക്ഷ മുനമ്പ് കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാലോ, ബർത്തലോമിയോ ഡയസ് കേട്ടോ. ബർത്തലോമിയോ ഡയസ് ആണ് ഗുഡ് ഹോപ്പ് മുനമ്പ് കണ്ടെത്തിയത്. അപ്പൊ അത്രയും മതി. ഇപ്പൊ നവോത്ഥാനം ഏകദേശം എത്തിയല്ലോ, എല്ലായിടത്തും പുരോഗതി ആയല്ലോ. നാളത്തെ ക്ലാസ്സിന്റെ കാര്യം ഞാൻ പറയാം കേട്ടോ. ഇന്നെ കുറച്ച് പ്രശ്നമുണ്ട്, സൗണ്ട് നല്ല പ്രശ്നമാണ്. ഉറക്കം വന്നതല്ല, ജലദോഷം, ടോൺസിലൈറ്റിസും, തൊണ്ടവേദനയും, ചുമയും ഒക്കെ കൂടെ ആയിട്ടുണ്ട്. ഇപ്പൊ നേരെ ആവി പിടിച്ചിട്ട് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിന് വരില്ലായിരുന്നു. അപ്പോ അത്രയും കാര്യങ്ങൾ മതി. ഫുട്ബോൾ ഇന്നലെ അടിയായിരുന്നു. ഇനി ഒരു ഫൈനൽ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ചാറ്റ് ബോക്സ് മാത്രമേ നോക്കൽ നടക്കുകയുള്ളൂ. അത് ഇന്നൊന്നും എന്ത് ചെയ്യൂല, തീരില്ല. പിന്നെ അതുമല്ല, ഒരു സംശയം വായിക്കുമ്പോഴത്തേക്ക് അതിന്റെ മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, അടിക്കടി അടുത്ത കമന്റ്സ് വന്നിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ കൂടെ നോക്കിയിട്ട് എന്ത് ചെയ്യൂല, നടക്കൂല. പിന്നെ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധമുള്ള സംശയങ്ങളൊന്നും അല്ല എന്ത് ചെയ്യുന്നത്, കുറെ ഇപ്പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് തന്നെ സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത്, അങ്ങോട്ടേക്ക് ചില സമയത്ത് നോക്കാൻ പറ്റാത്തത് കേട്ടോ. പിന്നെന്ന് വെച്ചാൽ നമ്മൾ വന്ന ടോപ്പിക് എന്തായാലും എന്ത് ചെയ്യണം, തീരണം. ഓക്കെ, അപ്പൊ ഇനി നാളെ കാണാം കേട്ടോ. മോക്ക് ടെസ്റ്റിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ സൈറ്റിന്റെ ഒരു പ്രോബ്ലം ആണ്. അത് നോക്കട്ടെ, അത് റെഡി ആവും കേട്ടോ. അത് അവര് ബ്ലോക്ക് ചെയ്താണ്. ഓക്കെ, അപ്പൊ എല്ലാരോടും ബർത്തലോമിയോ കടത്തിയത് ബർത്തലോമിയോ ഡയസ് എന്നാണ് ഞാൻ പറഞ്ഞത്. ബർത്തലോമിയോ ഡയസ് കണ്ടെത്തിയത് ഗുഡ് ഹോപ്പ് മുനമ്പ്, സുപ്രതീക്ഷ മുനമ്പ്, ആഫ്രിക്കൻ മുനമ്പ് എന്ന് പറയൂലേ നമ്മള് കേട്ടോ. പ്ലസിൽ ഇനിയും ജോയിൻ ചെയ്യാം നിങ്ങൾക്ക്. LP-UP ആണെങ്കിലും LDC ആണെങ്കിലും ഏതിനാണെങ്കിലും പ്ലസിൽ ഇനിയും ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, തൊഴിൽ വീതിയിൽ നമ്മൾ ഇവിടെയൊക്കെ ഏകദേശം ഇട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആയിരിക്കും കേട്ടോ. ഇന്ന് കണ്ടില്ലേ നിങ്ങൾ. ഓക്കെ, മൺഡേ മോട്ടിവേഷൻ ഇനി നോക്കട്ടെ, ഇന്ന് സൗണ്ട് ആകെ ഡള്ളാണ്. അപ്പൊ ഇനി നാളെ കാണാം. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. ഹാൻഡ് ബുക്ക് ഞാൻ 6ാം ക്ലാസ്സിന്റെ ഇട്ടിരുന്നു, 7ാം ക്ലാസ് ഞാൻ നോക്കിയിട്ട് ഇടാം.